വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് യേശു കർത്താവിനെ തന്നെ നോക്കി ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ കർത്താവേ, അവിടുത്തെ നിറഞ്ഞ സ്ഥാനത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കുന്നു. അവിടെ ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവായതുകൊണ്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അവിടത്തേക്ക് ഞങ്ങളോട് അരുളി ചെയ്യാനുള്ളത് കർത്താവെ, അത് തന്നെ ആത്മാവിൽ ഗ്രഹിപ്പാൻ കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ കഴുകണം, സ്നേഹത്താൽ നിറയ്ക്കണം. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണം. എല്ലാ യേശുവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മൾ വെളിപാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. 22 മുതലുള്ള വാക്യങ്ങളാണ് ഇനിയുള്ളത്. നമുക്കറിയാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, അതിൻ്റെ സന്ദർഭമൊക്കെ എന്താ, കോണ്ടെക്സ്റ്റ് എന്താ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തു. ഇത് ക്രിസ്തു വെളിപ്പെടാൻ പോകുന്നു. മഹോപദ്രവം, പിന്നെ കർത്താവിൻ്റെ വരവ്, അർമ്മഗദോൻ യുദ്ധം, അത് കഴിഞ്ഞിട്ട് കർത്താവ് രാജ്യത്വം സ്ഥാപിക്കുന്നു. കർത്താവ് തൻ്റെ വ്രതന്മാർക്ക്, തൻ്റെ ശിഷ്യന്മാർക്ക്, തൻ്റെ മക്കൾക്ക് പ്രതിഫലം നൽകുന്നു. സഹസ്രാബ്ദ വാഴ്ചയിൽ സാത്താനെ പാതാളത്തിൽ തളച്ചിടുന്നു. 1000 വർഷത്തിന് ശേഷം എന്ത് ചെയ്യും? സാത്താനെ തുറന്നു വിടും. അവൻ വീണ്ടും അന്നത്തെ അനേകം മനുഷ്യരെ വഞ്ചിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ വീണ്ടും തിരിയും. അവര് ദൈവത്തിൻ്റെ വചനത്താൽ അവര് സ്വർഗത്തിൽ നിന്നുള്ള അഗ്നിയാൽ അവര് ദഹിപ്പിക്കപ്പെടും എന്നുള്ള കാര്യം വെളിപാട് 20:9 നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ ഇതിൻ്റെ എല്ലാം കാരണഭൂതനായിട്ടുള്ള സാത്താനെ തീപ്പൊയ്കയിലോട്ട് തള്ളിയിടും. തീപ്പൊയ്കയിൽ ഓൾറെഡി 1000 വർഷക്കാലം മുമ്പേ രണ്ടുപേര് സ്ഥലം പിടിച്ചിരുന്നു. ഫാൾസ് പ്രോഫിറ്റ് ആൻഡ് ദ ആൻറ്റി ക്രൈസ്റ്റ് ആൻഡ് ദ ഫാൾസ് പ്രോഫിറ്റ്. അതായത് 2 മൃഗങ്ങൾ, 1-ാം മൃഗവും 2-ാം മൃഗവും. അതായത് വെളിപാട് 13-ാം അധ്യായത്തിലാണ് അവരെ മൃഗങ്ങളോട് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. 1-ാമത്തെ മൃഗമാണ് ഇത് ക്രിസ്തു, 2-ാമത്തെ മൃഗമാണ് കള്ളപ്രവാചകൻ. അപ്പം അവരുടെ രണ്ടുപേരുടെ ഒത്ത നടുക്കിലേക്ക് ബ്ലും എന്ന് പറഞ്ഞ് ആരാ വന്ന് വീഴുന്നേ? സാത്താൻ വന്ന് വീഴുന്നു. സാത്താനെ നിന്റെ അന്ത്യം അവിടെയാണ്. ഇന്ന് സാത്താൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാൽക്കീഴിൽ ചതച്ച് കളയാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവനെ എതിർത്ത് നിൽക്കുക. അവനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അവൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ഐകമത്യപ്പെട്ട് ബന്ധിക്കുവാനും ജനങ്ങളെ വിടുവിക്കുവാനും ഒക്കെ ഉള്ളൊരു അധികാരം ദൈവം സഭയായിട്ട് നമുക്ക് തന്നിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ വചനത്തിൽ നമുക്കറിയാം. സാത്താൻ്റെ കഥ കഴിഞ്ഞ് അങ്ങനെ അവന് കഥ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ നിത്യതയോളം എരിഞ്ഞ് കൊണ്ടേയിരിക്കും തീപ്പൊയ്കയിൽ. അതിനുശേഷം പിന്നെ സാത്താൻ്റെ കൂട്ടത്തിൽ കൂടിയ ആൾക്കാരെ എല്ലാം കൂടെ ദൈവം വിളിച്ച് ന്യായവിസ്താരം നടത്തുന്ന കാര്യമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരെല്ലാം. അതായത് അപ്പോൾ നമ്മൾ ഈ രക്ഷയുടെ സന്ദേശം എത്രയധികം വിലപ്പെട്ടതാണെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടാത്തവരെല്ലാം, രക്ഷയിൽ നിലനിൽക്കാത്തവരെല്ലാം, രക്ഷ നഷ്ടപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരുമെല്ലാം തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുന്ന, ജീവന്റെ പുസ്തകത്തിൻ്റെ പേര് എഴുതപ്പെടാത്തതും പേര് മായ്ച്ചു കളഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആൾക്കാരെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ വെളിപാട് 20-ന്റെ അവസാനത്തെ വാക്യത്തിൽ കണ്ടിട്ട് പിന്നെ എന്താ കാണുന്നത്? പുതിയ ആകാശം, പുതിയ ഭൂമി, എല്ലാം പുതുതായിരിക്കുന്നു. ദൈവം എല്ലാം പുതുതായിട്ട് ചെയ്യുന്നു. അവിടെ കർത്താവിൻ്റെ കാന്തയായിട്ടുള്ള മണവാട്ടി ആകുന്ന സഭ, പുത്തൻ യെരൂശലേം സഭ. കാന്തയുണ്ട്, കല്യാണത്തിന് വിളിക്കപ്പെട്ടവരുണ്ട് എന്നുള്ളൊരു കാറ്റഗറിയൊക്കെ നമ്മൾ വെളിപാട് 19-ന്റെ 8-ാമത്തെ വാക്യത്തിൽ, 19-ന്റെ 9-ാമത്തെ വാക്യത്തിൽ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരെ കുറിച്ചും കാണുന്നുണ്ട്, കാന്തയെക്കുറിച്ചും കാണുന്നുണ്ട്. അതിവിശുദ്ധ സ്ഥലം ക്യൂബിക്കൽ ഡയമെൻഷനിലുള്ള സെയിം ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്, ഒരേ നീളവും വീതി ഉയരവുമുള്ള പുത്തൻ യെരൂശലേം എന്ന് പറയുമ്പോൾ അത് അതിവിശുദ്ധ സ്ഥലത്തെ കുറിക്കുന്നു. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നവരാണ് കർത്താവിൻ്റെ കാന്തയായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന് നോ പറഞ്ഞ കർത്താവേ, ഞാനൊരു 0, ഞാനൊരു 0, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. മനുഷ്യന് മാനം തേടാനോ ചെടിക സുഖങ്ങൾക്കായിട്ടോ പണത്തിൻ്റെ കാര്യങ്ങൾക്കോ വേണ്ടി അതിനായിട്ട് കർത്താവെ അവിടുത്തെ ഹിതത്തിനെതിരായിട്ടുള്ള ഒന്നിനും കർത്താവെ ഏൽപ്പിച്ചു കൊടുക്കാതെ അവിടുത്തെ ഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കർത്താവിൻ്റെ കാന്ത തൻ്റെ ജഡമാകുന്ന തിരശ്ശീലയിൽ വചനമാകുന്ന വാളുകൊണ്ട് ചീന്തപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ആത്മമണവാളനായ കർത്താവിനെ പോലെ അവൻ്റെ അതേ ക്രൂശിൻ്റെ പാതയിൽ പിന്തുടരുന്ന കാന്ത, അവരാണ് കാന്ത. പുത്തൻ യെരൂശലേം
എന്നുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യമൊക്കെ നമ്മൾ അവിടെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എത്ര വലിയൊരു ആ, വലിയൊരു ആ, പുത്തനെരിശിലെയും അത് വളരെ വിസ്താരമേറിയ ഒരു ആ, സ്ഥലമായിട്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. അതായത് 2414 കിലോമീറ്റർ, 1200 നാഴിക എന്നൊക്കെ നമ്മൾ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ 1500 നീളവും വീതിയും ഉയരവും എന്നൊക്കെ കണ്ടു. അങ്ങനെ വലിയൊരു ആ, വലിയൊരു പുത്തനെരിശിലെയും അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പല രത്നങ്ങളുടെ കാര്യമൊക്കെ അതിൻ്റെ മതിലിൽ തന്നെ ഇത്ര വലിയ രത്നങ്ങളും ആ, ആ, വിലയേറിയ കല്ലുകളും ഒക്കെ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആ 19, 20, 21 വാക്യങ്ങളിലൊക്കെ വായിച്ചു. അപ്പൊ ആ 12 ഗോപുരവും 12 മുത്താണെന്നുള്ള കാര്യം വായിച്ചു. അത് മുത്ത് പേള് എങ്ങനെ ഉരുവാകുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചായിരുന്നു അല്ലേ. പേൾ എങ്ങനെ ഉണ്ടാവുന്നേ, ഓയിസ്റ്റ്, അതായത് മുത്തുച്ചിപ്പി, ആ മുത്തുച്ചിപ്പിയിലേക്ക് എന്തെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു പദാർത്ഥം കയറി വരുമ്പോൾ മുത്തുച്ചിപ്പി പുറപ്പെടുവിക്കുന്ന ആ രാസപദാർത്ഥങ്ങളാണ് അതൊരു മുത്തായിട്ട് പേളായിട്ടായി മാറുന്നത്. അത് പ്രകൃതിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഞാനിന്ന് ഇങ്ങനെ ഈ പേൾ ഉണ്ടാകുന്ന, ഓയിസ്റ്റർ പേൾ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ മുത്തുകളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നതിൻ്റെയൊക്കെ ഓരോ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടു. അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം. പ്രകൃതിയുടെ ദൈവം ആ ഒരു പാഠം വെച്ചിരിക്കുന്നത് എന്താ, ദ ബ്യൂട്ടി ഓഫ് എ പേൾ, ആരോ പറഞ്ഞ ഒരു വാക്യം അതിനകത്ത് ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ട്. എക്സാക്ട് ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനെ സംതിങ് ലൈക്ക് ദ ബ്യൂട്ടി ഓഫ് എ പേൾ ഇസ് അസ് എ റിസൾട്ട് ഓഫ് ആൻ ഇൻസൾട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു പേളിന്റെ, ഒരു മുത്തിന്റെ അതിന്റെ സൗന്ദര്യം അതൊരു അപമാനത്തിലൂടെ ഉണ്ടായ ഒരു സൗന്ദര്യമാണെന്നുള്ളത്. ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഫോറിൻ ഇൻസൾട്ട്, വേറെ എന്തോ പുറത്തു നിന്നുള്ള പദാർത്ഥങ്ങളിൽ അതിലേക്ക് വരുമ്പോഴാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ആ കർത്താവിൻ്റെ കാന്തയുടെ ആ മുത്തുകളെല്ലാം നമുക്ക് എങ്ങനെ ലഭിക്കുന്നേ. മുത്തുകളൊക്കെ ലൂസിഫർ എന്നറിയപ്പെടുന്ന പ്രധാന ദൂതന് ഈ മുത്തുകളൊക്കെ ഉണ്ടായിരുന്നതായിട്ടൊക്കെ നമ്മൾ എഹെസ്കേൽ 28-ാം അധ്യായമൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. എന്നാൽ അവനതെല്ലാം കൊണ്ട് കളഞ്ഞു കുളിച്ചു. അവനെ ദൈവത്തിനൊപ്പം എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മണ്ടൻ സാത്താൻ അവന് താഴോട്ട് വീണു. അവന് അത്രമാത്രം സ്രഷ്ടാവിൻ്റെ ഒപ്പം എത്തണമെന്നൊരു സൃഷ്ടി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭോഷത്തരം, ആ ഒരു പ്രൈഡ് മേക്സ് എനിവൺ ഫൂളിഷ് എന്നൊക്കെ എനിക്കൊന്ന് സാഗ്ബറിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ നിഗളിക്കുമ്പോൾ നമ്മൾ തന്നെ വളരെ ഭോഷന്മാരായിത്തീരും. ദൈവം എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവ്. ആ സ്രഷ്ടാവിനിപ്പോൾ സൃഷ്ടിയായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ എത്താനൊക്കെ, എന്നാൽ അത്രയും പോലും അവൻ്റെ നിഗളം അവനെ ആ ഒരു അത്രയും വലിയൊരു ഭോഷത്വത്തിലേക്ക് എത്തിച്ച് അവനെ തള്ളപ്പെടുന്ന ഒരു കാര്യവും അവനോടൊപ്പം 1/3 ദൂതന്മാരും ഒക്കെ തള്ളപ്പെടുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ ആ വെളിപാട് പുസ്തകം 12:4 3/1 ദൂതന്മാർ എന്നുള്ള ആ ഒരു 3/1 നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ 3/1 ദൂതന്മാർ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അവിടെ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവന് നഷ്ടപ്പെട്ടു പോയ ആ മുത്തുകളൊക്കെ പിന്നീട് നമ്മൾ കാണുന്നത് അത് അഹരോന്റെ മാർക്കച്ച ബ്രസ്റ്റ് പീസിൽ നമ്മൾ കാണുന്നു. അത് നമ്മളെ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലെ മഹാപുരോഹിതന്റെ വസ്ത്രത്തില് ഈ വിലയേറിയ മുത്തുകൾ നമ്മളവിടെ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 28-ന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ. അത് മഹാപുരോഹിതൻ, അത് ക്രിസ്തുവിന്റെ ഒരു അഹരോൻ എന്ന മഹാപുരോഹിതൻ ക്രിസ്തുവിന്റെ ഒരു സദൃശ്യമാണ്, ക്രിസ്തുവിന്റെ ഒരു സാദൃശ്യമാണ്, ഒരു ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ യേശുവിലാണ് പിന്നെ ആ മുത്തുകളൊക്കെ നമ്മൾ കാണുന്നത്. അതൊരു യേശുവിലുള്ള മുത്തുകൾ, അത് ദിവ്യസ്വഭാവം, കർത്താവിൻ്റെ ആ ദിവ്യസ്വഭാവത്തെയും ജീവനെയും ജീവന്റെ സമൃദ്ധിയും എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള മഹത്വപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇന്ന് ആർക്കാ കൈവന്നിരിക്കുന്നത്? സഭയ്ക്ക്. കർത്താവിൻ്റെ ബ്രസ്റ്റ് പീസ് മാർക്കച്ച എന്ന് പറയുമ്പം എന്താ, അത് കർത്താവിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ സഭയാണ്. കർത്താവ് തലയാണ്, നമ്മളാണ് ശരീരം. അന്നത് സഭയ്ക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുവാനുള്ള ഒരു വലിയൊരു ആഹ്വാനം. അത് നമ്മളിതൊക്കെ എന്തോ ഒരു തിയററ്റിക്കലായിട്ടുള്ള കാര്യമായിട്ട് കാണാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കർത്താവിൻ്റെ അതേ സ്വഭാവം, കർത്താവിൻ്റെ അതേ താഴ്മയും നിസ്വാർത്ഥതയും
കർത്താവിൻ്റെ ആ സൗമ്യതയും, കർത്താവിൻ്റെ കാർക്കശ്യവും, കർത്താവിൻ്റെ സ്നേഹവും, കർത്താവിൻ്റെ ക്ഷമയും ഒക്കെ എനിക്കും വർദ്ധിക്കുന്ന ഒരളവിൽ, അതേ ക്വാണ്ടിറ്റിയിൽ പറ്റത്തില്ല എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുവാണ്. എന്നാൽ അതേ ക്വാളിറ്റിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ അതേ ക്വാളിറ്റിയുള്ള അതേ ഗുണമേന്മയുള്ള അതേ ദിവ്യ സ്വഭാവം എന്നാൽ അതിൽ വളരുവാൻ, അധികമായിട്ട് ഈശ്വരെ പോലെ ആയിത്തീരുവാനുള്ള വലിയൊരു പൊട്ടൻഷ്യൽ, വലിയൊരു കോളിംഗ്, വലിയൊരു സാധ്യത, വലിയൊരു വിളിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടേ. ഈച്ച് വൺ ഓഫ് ദ ഗേറ്റ്സ് വാസ് എ സിംഗിൾ പേൾ. 21-ാമത്തെ വാക്യത്തിൽ ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും, അത്രമാത്രം വലിയൊരു മുത്തുകൊണ്ടുള്ളതും, നഗരത്തിന്റെ വീതി സ്വച്ഛസ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. നഗരത്തിന്റെ വഴികളൊക്കെ ഗോൾഡൻ സ്ട്രീറ്റ്സ് ആയിരുന്നു. അപ്പം ആൾക്കാർ സ്വർണത്തിന് പുറത്തൂടെ നടക്കുന്നത്. ഇന്ന് സ്വർണം കാണുമ്പോഴത്തേക്ക് എല്ലാവരും കട്ടുകൊണ്ട് പോകുന്ന കാര്യമൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നത്. അതിൻ്റെ കേസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നു. സ്വർണം വലിയ വിലപിടിപ്പുള്ള കാര്യമാണ്. ആൾക്കാരത് കട്ടുകൊണ്ടും മുട്ടിച്ചുകൊണ്ടും ഒക്കെ പോകുന്നു. എന്നാൽ അന്ന് ആൾക്കാർ ചവിട്ടി നടക്കുക. സ്വർഗത്തിലെ ആൾക്കാർ ഇത് ചവിട്ടി നടക്കുന്ന സംഭവമാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അതിന് വിലയുള്ളൂ. സ്വർണം കാൽക്കീഴിലാക്കിയവരാണ് സ്വർഗത്തിന് വീണ്ടും ഒരുക്കപ്പെട്ടവരെന്ന് നമ്മൾ ആദിമവിജയം പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിച്ചു. ഇന്ന് ആൾക്കാർ സ്വർണം തലയിലും തലമുണ്ടയ്ക്കും ഒക്കെ അലങ്കരിച്ച് വെക്കാനൊക്കെ ഉപയോഗിക്കുന്നു. എന്നാൽ സ്വർഗത്തിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടുള്ളവർ നമ്മൾ ആ ഒരു സ്വർണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നമ്മുടെ അലങ്കാരം സ്വർണം കൊണ്ടൊന്നും ഉള്ളതല്ല, ആയിരിക്കരുത് എന്ന് ഇവിടെ നമ്മൾ വായിക്കുന്ന ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആ വാക്യങ്ങൾ കൊണ്ട് നമുക്ക് വായിക്കാമല്ലോ. 1 പത്രോസ് 3-ാം അധ്യായത്തിലും 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിലുള്ള 2 വാക്യങ്ങൾ അത് സഹോദരിമാരോട്, പ്രത്യേകിച്ച് അവരാണല്ലോ കൂടുതൽ അതിലേക്കുള്ള ഒരു ആകർഷണമുള്ളവരെന്ന് പറയുമ്പോൾ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും, തലമുടി സാധാരണ പോലെ പിന്നുന്ന കാര്യമല്ല, മറിച്ച് എന്തോ ഈ ആൾക്കാരെയൊക്കെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഹെയർ ഡൂ മാതിരി എന്താണ്ടൊക്കെ അഭിപ്രായമൊക്കെ ഈ തലമുടിയിലൊക്കെ കാണിച്ചു വെക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ സാധാരണ പോലെ എന്തെങ്കിലും ഒന്ന് പിന്നിടുന്ന കാര്യമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രെയ്ഡഡ് ഹെയർ, ഏതോ ഒരു ഹെയർ ഡൂ മാതിരി എന്തൊക്കെയോ ഒരു കോലാഹലം കാണിച്ചു വെക്കുന്ന കാര്യം, മുടി എല്ലാവരും ഒന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ തലമുടി പിന്നുന്നതും, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും, വസ്ത്രം ധരിക്കുന്നതും. വസ്ത്രം എന്ന് പറയുമ്പോൾ ആ ഒരു വസ്ത്രാലങ്കാരത്തിലൂടെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതുപോലെയൊക്കെയുള്ള വസ്ത്രങ്ങൾ, അല്ലാതെ സാധാരണ ഉള്ള വസ്ത്രം ധരിക്കുന്നതല്ല എന്നുള്ള കാര്യം നമുക്ക് ആ കാര്യം അറിയാം. വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും, അതവിടെ പൊന്നെന്നുള്ള വാക്ക്, യുവർ അഡോൺമെന്റ് മസ്റ്റ് നോട്ട് ബി എക്സ്റ്റേണൽ. മിയർലി എന്നുള്ളത് NASBക്കാർ ഇറ്റാലിക്സിൽ ആഡ് ചെയ്തേക്കാതെ, ഒറിജിനൽ ഗ്രീക്കിനകത്ത് മിയർലി എന്നുള്ള വാക്കില്ല. എന്നാൽ സാക്ബറിന്റെ ഭാഷയിൽ പറഞ്ഞ അമേരിക്കൻ പരിഭാഷകർ, അല്ല അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനാണല്ലോ. അപ്പോൾ ഇതിന്റെ ട്രാൻസ്ലേറ്റേഴ്സ് അമേരിക്കൻ സ്ത്രീകളെ പേടിച്ച് മിയർലി എന്നും കൂടെ ആഡ് ചെയ്തു എന്ന് സാക്ബർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ മിയർലി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇറ്റാലിക്സിൽ കൊടുത്തേക്കുക. എന്നുവെച്ചാൽ ഇറ്റാലിക്സിൽ കൊടുത്തേക്കുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് ഒറിജിനലിലില്ല. ഗ്രീക്കിൽ അങ്ങനെ ദൈവാത്മാവ് അങ്ങനെ എഴുതിയിട്ടില്ല. എന്ന് വെച്ചാൽ അഡോൺമെന്റ് മസ്റ്റ് നോട്ട് ബി എക്സ്റ്റേണൽ, പുറമേ ഉള്ളതല്ല അലങ്കാരം. എങ്ങനെയുള്ളത്? ബ്രീഡിങ് ദ ഹെയർ, ദ വെയറിങ് ഗോൾഡ് ജ്വല്ലറി ഓർ പുട്ടിങ് ഓൺ ഡ്രസ്സസ്. പക്ഷെ എങ്ങനെയുള്ളതായിരിക്കണം? സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എന്നുള്ളത് ശരിക്കും അവിടെ ആത്മാവെന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ന്യൂമ എന്നുള്ള പദമാണ് ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്. സൗമ്യതയും സാവധാനതയുള്ള ആത്മാവ്, ആ ഒരു പുതുമനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഉരുവാകുന്ന, നമുക്ക് ദൈവം തന്നെ ആ പുതു മനുഷ്യാത്മാവ്, പുതു ഹൃദയം, അല്ലെങ്കിൽ പുതു മനുഷ്യൻ, ന്യൂ സെൽഫ്. ഇങ്ങനെ അത് കർത്താവിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു സൗമ്യതയും, കർത്താവിൻ്റെ ആ ഒരു മീക്ക്നെസ് ആൻഡ് ജെന്റിലായിട്ടുള്ള ഒരു മീക്ക് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ്, എപ്പോഴും ഇങ്ങനെ കലബല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നാഗ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന, അതുപോലെ അങ്ങനെയുള്ള ഒരു അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളെ കുറിച്ചൊക്കെ സദൃശവാക്യത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെ നാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈഫ്, അത് എന്താ മഴവെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് പോലാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ സദൃശവാക്യത്തിൽ അങ്ങനെ ഒരു വാക്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് പിന്നീട് ഞാനത് എനിക്കത് ഒപ്പൻ്റായിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് തന്നെ സദൃശവാക്യം 27-ാം അധ്യായത്തിൽ, സദൃശവാക്യം 27-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഈ മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ് അല്ലാത്ത ഒരു സഹോദരിയെ കുറിച്ചാണ് പറയുന്നത്. ആരാ? പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാതെ ചോർച്ചയും
കലഹക്കാരിയായ സ്ത്രീ ഒരുപോലെ ഒന്നിനോ ഒന്നിനോട് ഉപമിച്ചാൽ അത് ഉപമയാമത്, ഒന്നിനോടൊന്നോട് സാദൃശ്യം ചെയ്താൽ ഉപമയാമത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലങ്കാരം മലയാള ഭാഷയിൽ പഠിച്ചതുപോലെ ഇവിടെ അവർ ഉപമിച്ചിരിക്കുന്നത് പെരുമഴയുള്ള ദിവസത്തെ ഇടപെടാതെ ഇങ്ങനെ ചോർച്ച ഇങ്ങനെ ഉറ്റിട്ടിട്ട് എല്ലായിടത്തും ഇങ്ങനെ വിക്ടർ ബർന്റെ ഭാഷ പറഞ്ഞ ഇങ്ങനെ വീട്ടിലും ഇങ്ങനെ കുറച്ച് ഉറ്റിട്ട് വീഴും, സഭയിലും കുറച്ച് ഉറ്റിട്ട് വീഴും, കടയിൽ ചെന്നാലും ഇങ്ങനെ ഉറ്റിട്ട് വീഴും, അയൽവക്കത്ത് ചെന്നാലും ഉറ്റിട്ട് വീഴും, വഴി കൂടെ പോകുമ്പോഴും ഉറ്റിട്ട് വീഴും, കാറിൽ കൂടെ പോകുമ്പോഴും ഉറ്റിട്ട് വീഴും എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും പരാതിയും പെറുപെറുപ്പും, അത് ഇത് അത് അങ്ങനെ 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 എന്ന് പറയും. പരാതി, പരദൂഷണം, പെറുപെറുപ്പ് അങ്ങനെയൊക്കെയുള്ള അത് അങ്ങനെ ഒരു കലഹക്കാരിയായിട്ടുള്ള സ്ത്രീ പെരുമഴയുള്ള ദിവസത്തിൽ ഇടപെടാതെ ചോർച്ച പോലെയാണെന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയല്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള അലങ്കാരം പൊന്നോ വെളിയിലുള്ള അലങ്കാരോ കാര്യങ്ങളൊന്നും അല്ല, മറിച്ച് എന്താ പൊന്നോ അതുപോലെ വസ്ത്രങ്ങളിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എന്നുവെച്ചാൽ ഈ ആഭരണങ്ങളും വസ്ത്രവും മുടിയുമാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഒരു ബലഹീനത, അവരുടെ ഒരു വീക്ക് പോയിന്റ്സ് ആയിട്ടുള്ളത്. അതിലൂടെ അവരൊന്ന് വ്യത്യസ്തരാവാനും ബാക്കിയുള്ളവരെ ഒന്ന് അട്രാക്ട് ചെയ്യാനൊക്കെയാണ് അത് ലോകത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടാണെന്ന്. യഥാർത്ഥത്തിൽ വിഭക്തിയായ ഒരു സ്ത്രീയുടെ അലങ്കാരം അവളുടെ ആകമയുള്ള ആ ഒരു പുതുമനുഷ്യൻ, കർത്താവിൻ്റെ സ്വരൂപത്തിലുള്ള പുതുമനുഷ്യനാണ് ആ ഇന്നർ ബ്യൂട്ടി, അതാണ് അവളുടെ അലങ്കാരം. തിരിച്ച് ഞാൻ 1 പത്രോസ് 3:4 വരുമ്പോൾ ഇത് ഞാൻ എന്ത് ഈ പറയുന്നത് വെച്ചാൽ, തങ്കത്തിരുവീതികളാന്ന് പറയുമ്പം തങ്കം വീതിയിൽ കാലിനടിയിലാണെന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അത് തങ്കമല്ല നമ്മളുടെ അലങ്കാരം എന്നുള്ള കാര്യം വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നത്. ഇങ്ങനല്ലോ ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തെ പ്രത്യാശ വെച്ചിരിക്കുന്നതെന്നൊക്കെ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നതെന്നൊക്കെ അതിന് 5-ാമത്തെ വാക്യത്തിൽ 1 പത്രോസ് 3:5 നമ്മൾ വായിക്കുന്നു. സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ്, 4-ാമത്തെ വാക്യം, സൗമ്യതയും സാവധാനതയുള്ള ആത്മാവ് എന്ന അക്ഷയഭൂഷണമായ, എന്ന് വെച്ചാൽ ക്ഷയിക്കാത്ത ഇംപെറിഷബിൾ ക്വാളിറ്റി, അക്ഷയഭൂഷണം, ക്ഷയിക്കാത്ത ഒരു അലങ്കാരം. ഭൂഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ അലങ്കാരം, അലങ്കാരം അല്ലെങ്കിൽ ആഭരണം, അക്ഷയിക്കാത്ത ആഭരണം, അത് ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം. അതാണ് ഹിഡൻ പേഴ്സൺ ഓഫ് ദ ഹാർട്ട് എന്ന് വായിക്കുന്നത്. ഹിഡൻ പേഴ്സൺ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്ന ഈ ഒരു അകമയുള്ള മനുഷ്യൻ ദിനം പ്രതി ബ്യൂട്ടിഫൈഡ് ആയിക്കൊണ്ടേയിരിക്കണം. അകമയ മനുഷ്യൻ കർത്താവിൻ്റെ തേജസ്സിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കണം. പുറമെയുള്ള മനുഷ്യനൊക്കെ ക്ഷയിച്ചു പോകുന്ന അകമയുള്ളവൻ നിൽക്കുമേ അവൻ ഹീസ് റിന്യൂഡ് ഡേ ബൈ ഡേ. 2 കൊരിന്ത്യർ 4:16 വാക്യം ഇനി പറയുന്ന അതിൻ്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ കൂടെ എക്സാക്റ്റ് നോക്കിക്കോട്ടെ. 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. 2 കൊരിന്ത്യർ 4:16 വാക്യം. അകമയുള്ള മനുഷ്യൻ, അതാ ഈ ഹൃദയത്തിൻ്റെ കൂടെ മനുഷ്യൻ, അത് സഹോദരിമാരിൽ മാത്രമല്ല സഹോദരന്മാരിലും. സഹോദരന്മാർക്ക് ആ ഒരു ഓർണമെന്റ്സിനോട് ബന്ധപ്പെടുത്തി അത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ സഹോദരനായാലും സഹോദരിയായാലും നമ്മുടെ അകമയുള്ള മനുഷ്യനാണ് നാൾക്കുനാൾ റിന്യൂഡ് ആവേണ്ടത്, പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കണ്ടേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ക്രൂശിന്റെ വഴിയിലേ ആ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥത്തിലുള്ള നിറവുള്ളൂ. ക്രൂശിന്റെ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ, നമ്മുടെ സ്വയം, ഞാൻ എന്നുള്ള ആ ഒരു ഭാവം, അതെപ്പോഴും ക്രൂശിൽ ഞാനൊരു സീറോ എന്നുള്ള രീതിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരു ക്രൂശിൻ്റെ വഴി. അവിടാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. അവിടാണ് അവിടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ഏറ്റവും വിലയുള്ളതാണെന്നാണ് നമ്മളിവിടെ ഇപ്പം വായിച്ചത്. 1 പത്രോസിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ 1 പത്രോസ് 3:4 വാക്യത്തിൽ ഹൃദയത്തിന് ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വളരെ പ്രഷ്യസ് ആണ്, ഇതിന് വലിയ വിലയേറിയ കാര്യമാണ്. ഇപ്പം ഈ വലിയ ഡയമണ്ട് ജ്വല്ലറിയിലൊക്കെ പോയാൽ ഇത് ഏറ്റവും പ്രഷ്യസ്, ഇത് ഏറ്റവും വില കൂടിപ്പുള്ളത്, ഇത്ര ലക്ഷം രൂപയുണ്ട്, ഇത്ര കോടി രൂപയുണ്ടെന്നൊക്കെ പറയുമായിരിക്കും. എനിക്ക് അത്ര അതിൻ്റെ വിലയൊന്നും അറിയത്തില്ല, നമുക്ക് അതുകൊണ്ടൊന്നും ബന്ധമില്ലാത്തതുകൊണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള വിലയുള്ള കാര്യം എന്താ? ആ ഒരു കർത്താവിൻ്റെ സ്വഭാവമുള്ള ആ ഒരു അകമയുള്ള ഒരു ആത്മാവ്, നമ്മളുടെ അകത്തെ മനുഷ്യൻ നമുക്ക് പുതുജനനത്തിലൂടെ, വീണ്ടും ജനനത്തിലൂടെ നമ്മളുടെ അതുവരെ മരിച്ചിരുന്ന നമ്മുടെ ആത്മാവ് ഒരു പുതു ആത്മാവായിട്ട് മാറുന്നു. ആ പുതു ആത്മാവെന്ന പുതു മനുഷ്യൻ കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെടുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ഇംപെറിഷബിൾ ക്വാളിറ്റി. ലെറ്റ് ഇറ്റ് ബി ദി ഹിഡൻ പേഴ്സൺ ഓഫ് ദ ഹാർട്ട് വിത്ത് ഇംപെറിഷബിൾ ക്വാളിറ്റി ഓഫ് എ ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ് വിച്ച് ഈസ് പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. പിന്നെ അങ്ങനെയാണ് ഭക്തകളായ സ്ത്രീകളും അതുപോലെയാണ് അലങ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ 6-ാമത്തെ വാക്യം കൂടെ, അങ്ങനെ സാറ എബ്രഹാമിനെ
എടാ പോടാന്ന് വിളിച്ചു എന്നാണ്. എന്താ വിളിച്ച്? യജമാനൻ, ലോഡ്. ഇപ്പം നമ്മൾ സാഗ്ബറിന്നൊക്കെ ഇങ്ങനെ ഈവൻ ഇങ്ങനെ സഹോദരൻ സഹോദരി സഹോദരന്മാർ പോലും ഇങ്ങനെ ഭാര്യമാരെ എടി എന്ന് വിളിക്കുന്നതിനെതിരെ സാഗ്ബർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഏതൊരു സഹോദരൻ ചെന്ന് സാഗ്ബറിനോട് ചോദിച്ചു, ബ്രദറെ എനിക്കത് സ്നേഹം കൂടുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ അങ്ങ് എടി എന്ന് വിളിക്കുന്നത്. അപ്പം ബ്രദർ ഉരുളയ്ക്ക് പെരുമാതിരി പറഞ്ഞു, ഓ അങ്ങനെയാണെങ്കിൽ ലെറ്റർ ഓൾസോ ലവ് യു ബൈ കോളിംഗ് യു എടാ. അത്രയ്ക്ക് സ്നേഹമാണെന്നുണ്ടെങ്കിൽ ഇനോ അവളും നിന്നെ സ്നേഹത്തോടെ എടാന്നങ്ങ് വിളിക്കാൻ സമ്മതിച്ചേക്കുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ അപ്പം ആ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു അതെ, സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. ആൻഡ് യു ഹാവ് ബിക്കം ഹെർ ചിൽഡ്രൻ. നമ്മൾ സാറായുടെ മക്കളാകുന്ന എങ്ങനെ? വിശ്വാസത്താൽ. എബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സഹോദരിമാരോട് പറയുക, സാറയുടെ മക്കൾ നിങ്ങൾ എങ്ങനെ ആവുന്നതെന്ന് ചോദിച്ചാൽ, ഇഫ് യു ഡു വാട്ട് ഈസ് റൈറ്റ് വിതൗട്ട് ബീങ് ഫ്രൈറ്റൺ ബൈ എനി ഫിയർ. വേറെ അയ്യോ അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ എന്നുള്ള എന്തോ പേടിക്കാതെ ദൈവസന്നിധിയിൽ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ളത്, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ശരിയായിട്ടുള്ളത്, ദൈവാത്മ പ്രസാദകരമായിട്ടുള്ളത് ആയിത്തീരുമ്പോഴാണ് നിങ്ങൾ സാറാമ്മച്ചിയുടെ മക്കളായി തീരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പം വായിച്ച്. 1 പത്രോസ് 3:3, 4, 5, 6 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. സഹോദരന്മാർക്കുള്ള ഡോസ് അതിന് താഴോട്ട് പറയുന്നുണ്ടല്ലോ. ഞാനിപ്പം കോണ്ടെക്സ്റ്റിൽ നമ്മളിപ്പോൾ ഈ ഒരു പൊന്നിൻ്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ തിരിച്ച് 1 തിമോത്തിയോസിലോട്ട് നമുക്ക് പോകാം. ഇപ്പം പത്രോസിന് എന്തോ യുനോ യുനോ ഇങ്ങനെ ആൻറ്റി ഫെമിനിസം അല്ലെങ്കിൽ എന്തോ ഒരു പറയുന്നത് മെയിൽ ഷുവിനിസം എന്നൊക്കെ, മെയിൽ ഷുവിനിസ്റ്റിക് പിഗ് എന്നൊക്കെ ആൾക്കാർ പറയും. ഇങ്ങനെ യുനോ ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന കേട്ടിട്ടുണ്ട്. മെയിൽ ഷുവിനിസം അങ്ങനെ എന്തോ സ്ത്രീകളോടുള്ള വിരോധം ഉള്ളതുകൊണ്ടൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച് പത്രോസ് മാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ പൗലോസ് ഇതുകാര്യം തന്നെ എഴുതി വെച്ചിട്ടുള്ളത് 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ സഹോദരന്മാര് കൈകളെ ഉയർത്തി വർഷിപ്പ് ചെയ്യണം, പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നു. സഹോദരന്മാർക്ക് പലർക്കും സ്തോത്രം ചെയ്യാൻ തന്നെ കൈകൾ ഉയർത്താൻ മടിയുള്ളതായിട്ടൊക്കെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഞാൻ പറഞ്ഞതിന് ശേഷം പോലും. അറിയത്തില്ല, എന്തോ ചെങ്ങല വെച്ച് ബന്ധിച്ചിരിക്കുകയായിരിക്കുന്ന സഹോദരന്മാര് എങ്ങനെയാ അവർ പ്രാർത്ഥിക്കേണ്ടത്? ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും, നിങ്ങൾ പുരുഷന്മാരാണെങ്കിൽ 1 തിമോത്തിയോസ് 2:8 ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടേക്കുന്നു. കോപവും വാഗ്വാദം വെച്ച് കോപത്തിലും വാഗ്വാദത്തിലും ഒക്കെ ഇന്ന് ലോകത്തിലെ മനുഷ്യർ കൈകൾ ഉയർത്തുന്നത്, അടിക്കാനും ഇൻകുലാബ് വിളിക്കാനും ഒക്കെ. എന്നാൽ അതൊക്കെ വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവണ് സ്ത്രീകൾ എന്താ ചെയ്യണ്ടേ? യോഗ്യമായ വസ്ത്രം ധരിച്ച്, അതായത് പ്രോപ്പർ ക്ലോത്തിങ്, മോഡസ്റ്റ്ലി ആൻഡ് ഡിസ്ക്രീറ്റ്ലി, യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ അലങ്കരിക്കണം. അവൾക്ക് അലങ്കാരമായിട്ട് എന്തൊക്കെയുള്ള യോഗ്യമായ വസ്ത്രമുണ്ട്, ലജ്ജാശീലം, ആ ഒരു അതാ പ്രോപ്പർ ക്ലോത്തിങ്, മോഡസ്റ്റ്ലി ആൻഡ് ഡിസ്ക്രീറ്റ്ലി. അതാ ലജ്ജാശീലം എന്ന് പറയുമ്പോൾ ആ ഒരു മോഡസ്റ്റി, സുബോധത്തോടെ, ഡിസ്ക്രീറ്റ്ലി. ഇന്ന് സുബോധമില്ലാത്ത ഒത്തിരി നമ്മൾ അവരെ അങ്ങനെ കല്ലെറിഞ്ഞ് പറയുകയില്ല, അവർക്ക് അതിനെക്കുറിച്ച് വെളിച്ചമില്ലാത്തതുകൊണ്ട് ലോകത്തിൽ ഒത്തിരി സ്ത്രീജനങ്ങൾ സുബോധമില്ലാത്ത തരത്തിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാം. എന്നാൽ പലപ്പോഴും ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരും ഈ സുബോധം വിട്ടിട്ട് അവർ ഈ മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് ഇല്ലാത്തൊരു സ്ത്രീയെ സംബന്ധിച്ചോളം, ദൈവത്തെ സംബന്ധിച്ചോളം അവൾക്ക് എന്താ സുബോധമില്ലാത്തവളാണ്. ആത്മീയമായിട്ട് പറഞ്ഞ ഇവൾക്ക് എന്തോ സുബോധം നഷ്ടപ്പെട്ടിട്ട് ഇവള് മോഡസ്റ്റായിട്ടുള്ള ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ? സാഗ്ബർ 2 കാര്യം സൗകര്യമായ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ? ഒന്ന്, ടൈറ്റ് ഫിറ്റിംഗ് ആൻഡ് എക്സ്പോസിങ്. അതാണ് ഇമ്മോഡസ്റ്റ് ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ. ടൈറ്റ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ഷേപ്പ് എടുത്തറിയിക്കുന്ന രീതിയിലുള്ള വസ്ത്രം. അതൊരു മേലെ ഒരു കവറിങ് ഇല്ലാതെ, ഒരു ഷോളിൻ്റെ ഒരു കവറിങ് ഒന്നും ഇല്ലാതെ ബോഡിയുടെ ഷേപ്പ് എടുത്തറിയിക്കുന്ന രീതിയിലുള്ള വസ്ത്രം, പിന്നെ ശരീരം തുറന്നു കാട്ടുന്ന വസ്ത്രം, അതൊക്കെയാണ് ഇമ്മോഡസ്റ്റ് ഡ്രസ്സിങ്. അത് അങ്ങനെയുള്ള സഹോദരിമാർ അവർ സുബോധമില്ലാത്തവരാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. ദേ ആർ ഇൻഡിസ്ക്രീറ്റ്, ദേ ആർ നോട്ട് പ്രൂഡൻറ്റ്, ദേ ആർ ഇമ്മോഡസ്റ്റ്. അതാണ് നമ്മളവിടെ വായിക്കുന്നത് 1 തിമോത്തിയോസ് 2:9 വാക്യത്തിൽ. ഇപ്പം ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്, എന്നാൽ അതിൻ്റെ മേലെ ഒരു ഷോളോ അതുപോലെയുള്ളൊരു കവറിങ്ങോ അല്ലെങ്കിൽ അതുപോലെ ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സ്, ശരീരത്തിൻ്റെ ഷേപ്പ് എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇടാത്തവർ, അതാണ് ഇമ്മോഡസ്റ്റി. അപ്പോൾ അത്
എന്താണ് അത് സുബോധമില്ലാത്ത അവസ്ഥയാണ് എന്നുള്ളൊരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ ഈ വായിക്കുന്നത്. പ്രോപ്പർ ക്ലോതിങ് മോഡസ്റ്റ്ലി ആൻഡ് ഡിസ്ക്രീറ്റ്ലി അവരിങ്ങനെ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു, അവരങ്ങനെ ചെയ്തു, ഇവർ ഇങ്ങനെ ചെയ്യുന്നു എന്നല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ പറയുന്നത്? ഏതൊരു കൾച്ചറാണെങ്കിലും പല കൾച്ചറിലുള്ള ഡ്രസ്സിങ് ഉണ്ട്. എന്നാൽ യുനോ നമ്മൾ വേറെ ആരെയും വിധിക്കാനോ ഒന്നുമല്ല. എന്നാൽ നമ്മളുടെ കൾച്ചറിൽ ആ ഒരു തരത്തിലുള്ള പല തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ പല പലരും പല രീതിയിലുള്ള ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഓരോരുത്തരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രയാസം തോന്നും. അപ്പോൾ ഇവരൊക്കെ ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ടില്ലായിരിക്കും. വായിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്, ഇതൊക്കെ ബൈബിളിലുണ്ട് എന്നുള്ള കാര്യം കാണിച്ചു തരുന്നത്. അത് അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മൾ വായിക്കുന്നത്. എന്താ, ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ അലങ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് പറയുന്ന 10ാമത്തെ വാക്യം, പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വേണം സൽപ്രവൃത്തികളെ കൊണ്ട് അത്ര അലങ്കരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. നോട്ട് വിത്ത് ബ്രൈഡഡ് ഹെയർ, ഗോൾഡ് ഓർ പേൾസ് ഓർ കോസ്റ്റ്ലി ഗാർമെന്റ്സ്, അതുകൊണ്ടൊന്നും അല്ല അലങ്കരിക്കേണ്ടത്, മറിച്ച് ബൈ മീൻസ് ഓഫ് ഗുഡ് വർക്ക്സ്, സൽപ്രവർത്തികൾ. അതാണ് as is proper for women making a claim for godliness. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വേണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ അവിടെയും ഗോൾഡിൻ്റെ കാര്യവും ഈ ഒരു ഡ്രസ്സസിൻ്റെ കോസ്റ്റ്ലി ഗാമസ് എന്ന് പറയും. എന്തുവാ നമ്മൾ യുനോ വേറെ ആരുടെയും നമ്മളെ ഇതിൻ്റെ വില നോക്കണം എന്നുള്ളതല്ല. ഓഫ്കോഴ്സ് ക്വാളിറ്റി ഉള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അതിൻ്റെതായ വിലയും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ വിലയ്ക്കായിട്ട് ഇത്ര ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള തരത്തിലുള്ള പല തരത്തിലുള്ള ഒരു കോസ്റ്റ്ലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പേൾസും ഗോൾഡും കാര്യങ്ങളും ഒക്കെ അതൊക്കെ അതുകൊണ്ടൊന്നും അല്ല അലങ്കരിക്കേണ്ടെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. തിരിച്ച് നമ്മൾ വെളിപാട് 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താ നമ്മളിവിടെ വായിച്ചേ? അതിൻ്റെ 21ാമത്തെ വാക്യം, വെളിപാട് 21-ാം അധ്യായത്തിന് 21ാമത്തെ വാക്യം നമ്മളിപ്പം അവസാനം ലാറ്റപ്പാട്ട് എന്താ വായിച്ചേ? നഗരത്തിൻ്റെ വീഥി, നഗരത്തിൻ്റെ ആ വഴി സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. അവിടെ ഗോൾഡൊക്കെ ചവിട്ടി നടക്കുവാണ്. ഇതുപോലെയൊക്കെയുള്ള ലോകത്തിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം തങ്ങളതിനെ നിർമ്മലീകരിക്കുന്നവരാണ് അവിടെ കർത്താവിൻ്റെ കാന്തയായിട്ട് നടക്കുവാനായിട്ട് യോഗ്യരായിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നത്. പിന്നെ 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഒറ്റ ഒരു ഇതായിട്ട് ഒറ്റൊരു എക്സ്പ്ലനേഷനായിട്ടാണ് ഇവിടെ നമ്മുടെ അന്തിമവചന പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഇപ്പം അന്തിമവചന പുസ്തകത്തിലെ ആ പോർഷൻ ഇപ്പം ജേക്കബ് വേർപ്പം വായിക്കുമല്ലോ, അജിബ് വേർപ്പം അത് ഡിസ്പ്ലേ ചെയ്യുമല്ലോ. 2 മുതൽ 27 വരെ. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വെളിച്ചമാകുന്നു. ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല. രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരെല്ലാം അല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. സ്വർഗത്തിന്റെ വിളക്ക് ദൈവം തന്നെയാണ്. നമുക്ക് വെളിച്ചം തരുവാനും നമ്മെ സന്തോഷിപ്പിക്കുവാനും മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. ദൈവം എല്ലാമും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവനും ആണ്. സൂര്യനോ ചന്ദ്രനോ മറ്റെന്തെങ്കിലുമോ നമുക്ക് ആവശ്യമില്ല. പുതിയ യെരൂശലേമിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വാഗ്മയ ചിത്രങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഒരുവന് സങ്കല്പിക്കാവുന്നതോ ലോകത്തിലെ ഏതെങ്കിലും രാജാവിനോ രാജ്യത്തിനോ നൽകാൻ കഴിയുന്നതോ ആയ സർവമഹത്വത്തെക്കാൾ എത്രയോ മടങ്ങ് മഹത്തരമാണ് ഈ യെരൂശലേമിന്റെ
ഭാഗമായി തീരുക എന്നത്. ഭോഷ്ക് പ്രവർത്തിക്കുന്നവൻ ആരും ആ നഗരത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്നതിൽ അന്തർഭവിച്ചിട്ടുള്ള മഹത്തായ അവകാശത്തെക്കുറിച്ച് നാം എത്രയേറെ ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു. യേശു ഒരിക്കൽ നീക്കോദിമോസിനോട് പറഞ്ഞു, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഭൂമിയിലുള്ള ജീവിതത്തെക്കുറിച്ച് ദൈവവചനം നമ്മോട് പലതും പറയുന്നുണ്ട്. ഈ ഭൗമിക കാര്യങ്ങൾ സംബന്ധിച്ചു പോലും കർത്താവിനെ വിശ്വസിക്കുവാൻ പലർക്കും പ്രയാസമാണ്. ഉദാഹരണത്തിന്, പറവകൾക്ക് വേണ്ടി പോലും കരുതുന്ന ദൈവം നമുക്ക് വേണ്ടത് നൽകും എന്ന് യേശു തന്നെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഉത്കണ്ഠ പല വിശ്വാസികളുടെയും ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തുന്നു. ഭൗമിക കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞതും വിശ്വസിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് സ്വർഗത്തെയും നിത്യതയെയും കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പലതും പൂർണ്ണമായും വ്യക്തമായും മനസ്സിലാക്കുവാനും കൃത്യമായി വിശദീകരിക്കുവാനും സാധ്യമല്ലെന്ന് അംഗീകരിക്കുകയും സ്വയം വിനയപ്പെടുകയും ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നാം കണ്ണാടിയിലൂടെ കടമൊഴിയായി മാത്രമേ കാണുന്നുള്ളൂ. ഒരു നാൾ എല്ലാം വ്യക്തമായി തീരും. ഏതായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നമുക്ക് സങ്കല്പിക്കാവുന്ന അതിൻ്റെ അനേക മടങ്ങ് മഹത്വപൂർണമായിരിക്കും അത്. ശലോമോന്റെ മഹത്വത്തെക്കുറിച്ച് ശേബാരാജ്ഞി അത് കാണുവാൻ ഇസ്രയേലിൽ വന്നിട്ട് അത്ഭുതത്തോടെ ആത്മഹത്യം ചെയ്തത് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ വിചാരിച്ചിരുന്നതിനേക്കാൾ 10 മടങ്ങ് ശ്രേഷ്ഠമാണ് എന്നിങ്ങനെ. ഞാൻ വിചാരിച്ചതിനേക്കാൾ 10 മടങ്ങ് ശ്രേഷ്ഠമാണ് എന്നിങ്ങനെ. 1 രാജാക്കന്മാർ 10:7. മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും നിത്യത കാണുകയും ചെയ്യുമ്പോൾ നാമും ഇത്തരം വാക്കുകൾ പറയും. നിത്യതയുടെ വിശദാംശങ്ങളെല്ലാം നാം സൂക്ഷ്മമായി അറിയണമെന്നില്ല. നമ്മുടെ മനസ്സിന്റെ പരിമിതി മൂലം സ്വർഗത്തെയും നിത്യതയെയും സംബന്ധിച്ച് മുഴുവൻ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുകയില്ല. നാം പുതിയ യെരുശലേമിന്റെ ഭാഗമായി തീരും എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രസക്തം. സ്വർഗം താണിറങ്ങി വന്നു, തേജസ് എൻ്റെ ആത്മാവിനെ നിറച്ചു എന്ന് നാം ഒരു പാട്ടിൽ പാടുന്നുണ്ടല്ലോ. സ്വർഗത്തിന്റെ ഒരു മുൻരുചി ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നൽകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇതാ. നഗരത്തിൽ പ്രകാശിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ബാഹ്യമായ സാഹചര്യങ്ങൾ ഒന്നും ആവശ്യമില്ല. നമ്മുടെ സന്തോഷം ഇപ്പോൾ തന്നെ സദാ പൂർണ്ണമാണ്. കാരണം നാം കർത്താവിലായിരിക്കുന്നു. അവിടുന്ന് മാത്രമാണ് നമ്മുടെ വെളിച്ചം. മറ്റാരെയും നമുക്ക് ആവശ്യമില്ല. സന്തോഷഭരിതരായിരിക്കാൻ ആളുകളുടെ അംഗീകാരമോ ധനമോ ആരോഗ്യമോ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല. ഭൗതികമായ ഏതെങ്കിലും സൂര്യനോ ചന്ദ്രനോ നമ്മുടെ മേൽ പ്രകാശിക്കേണ്ട കാര്യം ഇല്ല. കാരണം ദൈവമായ കർത്താവ് മാത്രം നമ്മുടെ സന്തോഷവും വെളിച്ചവും ആയി തീർന്നിരിക്കുന്നു. ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. അക്ഷരീകമായി ഈ വാക്കുകളുടെ അർത്ഥം ഭാവിയിൽ എന്തായിരുന്നാലും സഭ ഇന്ന് ഭൂമിയിലുള്ള സകല ജാതികളുടെ ഇടയിലും
പ്രകാശം വരുത്തുന്നത് ആയിരിക്കണം എന്ന സത്യം വിസ്മരിച്ചുകൂടാ. രാത്രി അവിടെ ഇല്ലല്ലോ. നാം ഇപ്പോൾ നാം എപ്പോഴും വെളിച്ചത്തിൽ നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇരുളിന്റെ ഒരു നിമിഷം പോലും ഉണ്ടാകരുത്. നമ്മുടെ അതിന്റെ ഗോപുരങ്ങൾ ഒരിക്കലും അടയ്ക്കുകയില്ല. ഏത് കാലത്തും ഉള്ള ഏവരോടും ഒരു തുറന്ന ഹൃദയം ഉണ്ടായിരിക്കണം. സഭയുടെ കവാടങ്ങൾ സദാ എല്ലാവർക്കും വേണ്ടി തുറന്നു കിടക്കണം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അശുദ്ധി നുഴഞ്ഞു കയറുന്നതിനെതിരെ സഭ ശക്തമായ നിലപാട് സ്വീകരിക്കണം. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുൻപാകെ അറപ്പത്രേ എന്ന് യേശു പ്രസ്താവിച്ചു. ലൂക്കോസ് 16:15. അതുകൊണ്ട് ലോകം വലുതെന്നും മഹത്വമെന്നും കരുതുന്നതിൽ ഉദാഹരണം ലോകത്തിന്റെ സംഗീതം, ലോകരീതികൾ. തൽപരരായിരിക്കുന്നവരെ അത്തരം ക്ലേശതകൾ സഭയ്ക്കകത്ത് കൊണ്ടുവരുവാൻ അനുവദിച്ചുകൂടാ. അതുപോലെ യാതൊരു ഭോഷ്കും സഭ അനുവദിക്കരുത്. ഭോഷ്ക് പ്രവർത്തിക്കുന്നവർ നുഴഞ്ഞു കയറുന്നതിന് എതിരായിരിക്കും, നുഴഞ്ഞു കയറിയെന്നിരിക്കും. എന്നാൽ സഭയുടെ മീറ്റിങ്ങുകൾ കേൾക്കുന്ന വചനം അവർക്ക് ഭയവും നടുക്കവും നൽകുന്നതായിരിക്കണം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള സർവരെയും സഭ വിലമതിക്കണം. എല്ലാ കാര്യത്തിനും നമ്മോട് അല്ലെങ്കിൽ കൂടെ ആരെയും അകറ്റി നിർത്തുവാൻ പാടില്ല. സഭയിലെ നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ബൗദ്ധികമായ ചില ഒത്തുതീർപ്പിലല്ല, മറിച്ച് ജീവന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്നതാണ്. ഇപ്പൊ നമ്മള് വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ആ കാര്യങ്ങൾ വായിക്കുകയും അതിൻ്റെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ സാക്വൻ നമ്പറിന്റെ അന്തിമവിജയം പുസ്തകത്തിലെ ആ കറസ്പോണ്ടിങ് പോർഷൻ നമ്മൾ വായിക്കുകയും ചെയ്തല്ലോ. 22-ാമത്തെ വാക്യം എന്താ? ഈ പുത്തനെരിശിലേം വലിയൊരു സിറ്റി, വലിയൊരു നഗരമാണ്. അപ്പോൾ ഒരു സിറ്റിയിലെ അന്ന് കാലത്തെ നഗരങ്ങളിലെ മന്ദിരങ്ങൾ, ക്ഷേത്രങ്ങൾ, മന്ദിരങ്ങൾ അങ്ങനെയൊക്കെയുള്ളത് ഓരോ സിറ്റിയുടെ ഹൈലൈറ്റ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ പുതിയ എരുസലേമിൽ എന്തില്ലെന്നാ പറയുന്നത്? മന്ദിരമില്ല. ഐ സോ നോ ടെമ്പിൾ ഇൻ ഇറ്റ്. 22-ാമത്തെ വാക്യം, മന്ദിരം അതിൽ കണ്ടില്ല. ആരാ പിന്നെ മന്ദിരം? സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. ഫോർ ദ ഗോഡ് ദ ഓൾമൈറ്റി ആൻഡ് ദ ലാം, പിതാവും പുത്രനായ യേശു ക്രിസ്തുവും ആണ് അവിടെ മന്ദിരമായിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. നമ്മൾ സ്വർഗത്തിൻ്റെ ചില സാദൃശ്യങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് ഉള്ള അധ്യായങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ അവിടെ വെളിപാട് പുസ്തകം 15-ന്റെ 5-ാമത്തെ വാക്യം, വെളിപാട് പുസ്തകം 15-ന്റെ 5 ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷി കൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു. ആഫ്റ്റർ ദീസ് തിങ്സ് ഐ ലുക്ഡ് ആൻഡ് ദ ടെമ്പിൾ ഓഫ് ദ ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി ഇൻ ഹെവൻ വാസ് ഓപ്പൺഡ്. അവിടെയൊക്കെ ദേവാലയം തുറന്നു അല്ലെങ്കിൽ മന്ദിരം തുറന്നു എന്ന് പറയുമ്പോൾ അതൊരു ആലങ്കാരിക ഭാഷയിൽ പറയുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ വെളിപാട് 21-ന്റെ 22-ുമായിട്ട് ചേർന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അക്ഷരികമായിട്ടുള്ള എന്തെങ്കിലും ഒരു മന്ദിരമല്ല, മറിച്ച് കർത്താവ് തന്നെയാണ് നമ്മുടെ പിതാവാം ദൈവം. അത് ലോർഡ് ഗോഡ് ദ ഓൾമൈറ്റി, സർവശക്തിയുള്ള ദൈവം. പാൻഡാക്രിറ്റോർ എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വെളിപാട് പുസ്തകത്തിൽ എത്ര തവണ ഈ പാൻഡാക്രിറ്റോർ ഉള്ളത്? 9 തവണ. നമ്മളെ അതിൻ്റെ ഏതൊക്കെ വാക്യങ്ങളിലാണ് ഈ പാൻഡാക്രിറ്റോർ എന്നുള്ള വാക്ക് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. രസകരമായ കാര്യം, ദൈവം സർവശക്തനാന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം ആ സർവശക്തനായ ദൈവം എന്നുള്ള ആ ഒരു പദപ്രയോഗം ആകെ ബൈബിളിൽ പുതിയ നിയമത്തിലെ ലോർഡ് ഗോഡ് ദ ഓൾമൈറ്റി, പുതിയ നിയമത്തിലെ ദൈവം സർവശക്തനാണെന്നുള്ള ആ ഒരു സർവശക്തനായ ദൈവം എന്നുള്ള ആ ഒരു പദപ്രയോഗം നമ്മൾ ആകെ 10 തവണയെ കാണുന്നുള്ളൂ. അതിൽ 9 തവണയും അത് എവിടെയാ കാണുന്നേ? അത് ഈ വെളിപാട് പുസ്തകത്തിലാണ് കാണുന്നത്. വേറെ വെളിപാട് പുസ്തകത്തിൽ അല്ലാത്തൊരു വാക്യത്തിൽ കാണുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ 2 കൊരിന്ത്യർ 6-ന്റെ 17-ാമത്തെ വാക്യത്തിലാണ്.
18-ാമത്തെ വാക്യത്തിൽ 2 Corinthians 6:18 അവിടെ അവരെ വിട്ടുവരിക, അശുദ്ധമായതൊന്നും തുടരുത്, സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ അശുദ്ധമായതൊന്നും എല്ലാം വിട്ടു വരാനുള്ള ആ ഒരു സർവശക്തനായ ദൈവം തന്നെ വിചാരിച്ചാൽ നമുക്ക് ശക്തി തന്നാലേ അതൊക്കെ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു വലിയൊരു ഉത്സാഹവും ആവേശവും ഒക്കെ നമ്മൾ ആ വാക്യത്തിൽ നമ്മൾ കണ്ടായിരുന്നു. സ്ത്രീകളെ പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഇന്ന് ഇന്ന് മറ്റേ ക്രൈസ്റ്റ് പ്രസ് സെൻട്രൽ സാക്ഷ്യത്തിലെ ആ വാക്യം എന്ത് പറയാൻ വിട്ടുപോയി തോന്നുന്നു. പക്ഷേ ആ ഒരു വാക്യമായിരുന്നു അതൊക്കെ ഞാൻ വിട്ട് ഇനി ഇറങ്ങി വരാൻ 2 Corinthians 6:18 വാക്യമായിരുന്നു. ഈ സ്ത്രീയിലേക്ക് അത് ഒത്തിരി ബലമായി തീർന്നതെന്നൊക്കെ ഉള്ളൊരു കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ആ ഒരു ഹി ഹു ഹോൾഡ്സ് സ്വേ ഓവർ ഓൾ തിങ്സ് ഓൾമൈറ്റി പാൻറ്റാക്രറ്റോ, അത് പിന്നെ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ 9 തവണ നമ്മൾ ആ 9 തവണ കാണുന്നതിൽ 9ാമത്തെ റെഫറൻസ് ആണ് ഇപ്പം നമ്മൾ കണ്ട് വെളിപാട് 21-22. ബാക്കിയുള്ള 9 റെഫറൻസസ് നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ആ റെഫറൻസസ് ഒക്കെ ഒന്ന് വായിക്കണമെങ്കിൽ 1-8, 4-8, അതെ 1-8, 4-8, പിന്നെ 11-17, 15-3, 16-7, 14, പിന്നെ 19-6, 15, പിന്നെ ഇപ്പം 21-22 വാക്യം. ഇപ്പം ആ ഒരു നമ്മളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മളുടെ ബലഹീനത നമ്മൾ തിരിച്ചറിയുമ്പോൾ സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം, നമ്മളുടെ ബലഹീനതയിലാണ് അവിടുത്തെ ബലം തികഞ്ഞു വരുന്നത്. പലപ്പോഴും ഈ സർവശക്തിൻ്റെ ബലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വേണ്ടത്ര ബലഹീനരായിട്ടില്ല. വി ഹാവൻ ബിക്കം വീക്ക് ഇനഫ് ടു എക്സ്പീരിയൻസ് ഹിസ് മൈറ്റി സ്ട്രെങ്ത്. കർത്താവ് ഓൾ മൈറ്റി. ഇപ്പോൾ ഒരു ഇടിമിന്നലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ ഞെട്ടിപ്പോകും. പെട്ടെന്നൊരു ശബ്ദം, പെട്ടെന്നൊരു വെടി പൊട്ടുമ്പോൾ തന്നെ അപ്പോൾ വെറും ഒരു ഇടിമിന്നലിന് അത്ര വലിയൊരു ഞെട്ടലും പരവേശവും ഒക്കെ ഉണ്ടെങ്കിൽ എന്തുമായിരിക്കും ഈ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ച്, ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ടൈനി പെയിൽ ബ്ലൂ ഡോട്ട് ഉള്ളു, ഒരു ചെറിയൊരു കുത്തുമാതിരി പോലും ഇല്ല പ്രപഞ്ചത്തിൻ്റെ വിസ്തീർണം കമ്പയർ ചെയ്യുമ്പോൾ ഈ ഭൂമിയുടെ വലിപ്പം. ഈ ഭൂമിയെക്കാട്ടിൽ എത്രയോ വലിപ്പമുള്ള സൂര്യൻ, എന്നാൽ സൂര്യനെക്കാട്ടിൽ എത്രയോ തേജസ്സുള്ള വേറെയും പല നക്ഷത്രങ്ങൾ, ഇതെല്ലാം സൃഷ്ടിച്ചവനായ ഒരു കർത്താവ്. ആ കർത്താവിൻ്റെ ശക്തി വാക്കിനാലെല്ലാം ഉരുവാക്കി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ 1-400 ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തനായ ദൈവം. ഇപ്പം ആ ഒരു കാര്യം ലോർഡ് ഗോഡ് ഓൾമൈറ്റി, ആ ഒരു പിതാവാം ദൈവം, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ വന്ദനമാകുന്നു. എത്ര വലിയവനായ വാട്ട് എ മൈറ്റി ഗോഡ് വി സർവ്. പഴയ നിയമത്തിൽ പുറപ്പാട് 19-ാം അധ്യായത്തിലൊക്കെ ദൈവത്തിൻ്റെ ആ ഒരു ചെറിയൊരു തേജസ് വെളിപ്പെടുത്തി, മഹത്വം വെളിപ്പെടുത്തി ഇസ്രായേൽ മക്കളോട് സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം പേടിച്ചു പോയി സിനായി പർവ്വതത്തിൽ. അപ്പം പറഞ്ഞ എന്താ, ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, എനിക്ക് ഇത്രയൊന്നും താങ്ങാനുള്ള ശക്തിയില്ല എന്ന് അവർ പറയുന്ന ഒരു രസകരമായ ഒരു കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം അത്രമാത്രം ഇന്ന് ആ സർവശക്തനായ ദൈവം നമ്മുടെ ഇടയിൽ ഒരു കൂടാരമായിട്ട് പാർത്തു. ആരാ? യേശു കർത്താവ്. ഒരു സമാഗമന കൂടാരമായി പാർത്തു, നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ള വാക്ക് യോഹന്നാൻ 1:14 ആ ഗ്രീക്ക് വാക്ക് സ്കേനോ എന്നുള്ള പദമാണത്. സമാഗമന കൂടാരം എന്നാണ് അതിൻ്റെ ആ വാക്കിനർത്ഥം. അതിൻ്റെ ഡ്വെൽറ്റ് അല്ലെങ്കിൽ ടാബർനാക്കിൾ ഇൻ അവർ മിഡ്സ്റ്റ്. കർത്താവിൻ്റെ ആ വലിയ തേജസ്സുള്ള ദൈവം ഒരു സാധാ മനുഷ്യനായിട്ട്, ഒരു തച്ചനായിട്ട് കർത്താവ് ഈ നസ്രത്തിൽ വന്ന് പാർത്തു താമസിക്കുന്നു. പിന്നെ അവിടെ കർത്താവ് ഗലീല പ്രദേശങ്ങളിലും യഹൂദിയിലും ഇസ്രായേലിലുടനീളമൊക്കെ കർത്താവ് യാത്ര ചെയ്ത് കർത്താവ് അത്ര സർവശക്തനായ ദൈവം ഒരു സാധാ മനുഷ്യനായിട്ട് കർത്താവ് പാർത്തു. അവിടുത്തെ ആ തേജസ് നമ്മളിന്ന് കാണുകയാണെങ്കിൽ അവൻ്റെ തേജസ് പിതാവിൻ്റെ ഏകജാതനാവിൻ്റെ തേജസ്സായി കണ്ടു എന്നൊക്കെയാണ് യോഹന്നാൻ 1:14 യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന കാര്യം. വി ബിഹെൽഡ് ഹിസ് ഗ്ലോറി, ഗ്ലോറിയസ് ഓഫ് ദ only begotten from the Father, full of grace and truth. കൃപയും സത്യം നിറഞ്ഞവനായ യേശുവിൻ്റെ ആ തേജസ്. അപ്പം അതാണ് മന്ദിരം. അല്ലാതെ ആക്ഷരികമായിട്ടുള്ള എന്തെങ്കിലും ഇപ്പം നമുക്ക് തന്നെ ഇപ്പം അതിൻ്റെ ഒരു പ്രതീകമാണ് സഭയിൽ നമ്മൾ കാണുന്നത്. സഭയിലും നമുക്കറിയാം സഭയുടെ കെട്ടിടമല്ല യഥാർത്ഥത്തിലുള്ള ചർച്ചിൻ്റെ ബിൽഡിംഗ് ഉണ്ട്, എന്നാൽ യഥാർത്ഥത്തിലുള്ള സഭ എന്ന് പറയുന്നത് അതിൽ കൂടി വരുന്ന ജനങ്ങളാണ്, വേർതിരിക്കപ്പെട്ട ജനമാണ് സഭ. അതുകൊണ്ട് പലപ്പോഴും ഞായറാഴ്ച പള്ളിയിൽ പോയെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ചർച്ചസിലുള്ളവർ ചിലപ്പോൾ അവർ ഈ കൊച്ചുനാൾ മുതലേ പള്ളിയിൽ പോയി ശീലിച്ചവരൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചില സഹോദരങ്ങൾ പറയുമ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോയി എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, പള്ളിയിൽ പോയി എന്ന് പറയാതെ സഭയിൽ പോയി, ചർച്ചിൽ പോയി എന്ന് പറയണമെന്ന് പറയും.
എന്ന് പറഞ്ഞാൽ അത് ഇനാക്യുറേറ്റ് ആണല്ലോ. ചിലപ്പോൾ അത് അവരിങ്ങനെ അങ്ങനെ അറിയാതെ വരുന്നതുകൊണ്ടായിരിക്കും. കൊച്ചുനാൾ പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പണ്ട് അമ്പലങ്ങളിലൊക്കെ ഒത്തിരി പോയി എന്നതുകൊണ്ട് ഇങ്ങനെ സഭയിൽ വന്നത് ഇവന് സഭയിൽ പോയി പള്ളിയിൽ പോയി എന്നുള്ളതൊക്കെ എൻ്റെ വായിലൊന്നും വരത്തില്ല. പക്ഷേ ഇങ്ങനെ പലപ്പോഴും ഈ നാമധേയത്തിൽ ഇന്ന് രക്ഷിക്കപ്പെട്ടവർക്ക് ചിലപ്പം അവർ ഇതെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടും പള്ളിയിൽ പോയി എന്നുള്ളതൊക്കെ പറയുമ്പോൾ അത് ഞാനും അങ്ങനെ സഭയിൽ പോയി എന്നല്ലേ പറയേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ആ സഭ അത് എവിടെ കൂടി വരുന്നു എന്നുള്ളതല്ല, ആ സഭയിലെ വ്യക്തികളെല്ലാം ആത്മാവിൽ ഒരുമനപ്പെട്ട് ആ, കർത്താവെന്ന തലയോട് ചേർന്ന് വളരുന്ന ആ ഒരു അവസ്ഥ. അപ്പം അതാണ്, അതുകൊണ്ടാണ് ആ, എന്താ കോവിഡൊക്കെ വന്നപ്പോൾ നമുക്ക് അക്ഷരികമായിട്ട് കൂടി വരാൻ സാധിക്കാതിരുന്ന സമയത്ത് പോലും നമുക്ക് എന്തുണ്ട്, ആത്മാവിൽ ഒരു കുടിവരവുണ്ട്. പിന്നെ ദൈവം സഹായിച്ച സൂം പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ഗൂഗിൾ മീറ്റും ഒക്കെ ദൈവം അറേഞ്ച് ചെയ്തു. എന്നാൽ നമ്മൾ ആത്മാവിലൊരു ഇവിടെ ഒരു ഒരുമയുണ്ട്, അവിടെ ഒരു സഭയുണ്ട്, കുടിവരവുണ്ട്. കോവിഡിൻ്റെ സമയത്ത് യഥാർത്ഥത്തിൽ സഭ വളരുവാനിടയായി. പലയിടങ്ങളിലും ഇവ നമ്മുടെ തന്നെ സാക്ബറിൻ്റെയും സി എഫ് സിയുടെ ഒക്കെ മെസ്സേജസ് കൂടുതലായിട്ട് പലരിലേക്ക് എത്തിച്ചില്ല. പല സഹോദരങ്ങളുമൊക്കെ പരിചയപ്പെടുമ്പോഴൊക്കെ ഞാൻ നമ്മുടെ ചർച്ചസിൽ നിന്നൊക്കെയുള്ള പല സഹോദരങ്ങളെയൊക്കെ പുതുതായിട്ടുള്ള പല സഹോദരങ്ങളെ പരിചയപ്പെടുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും ആ കോവിഡിൻ്റെ സമയത്ത് സാക്ബറിൻ്റെ മെസ്സേജ് ഇങ്ങനെ യൂട്യൂബിൽ സജഷനായിട്ട് കണ്ടു, അത് വായിച്ചു കേട്ടു, അപ്പോഴാണ് ഇങ്ങനൊരു മെസ്സേജസ് ഒക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം അങ്ങനെ ചർച്ചിലോട്ട് വരാനിടയാവുന്നത് ശരി, എങ്ങനെയോ ദൈവത്തിന് വലിയൊരു പരമാധികാരത്തിൻ്റെ ദൈവം ആ മെസ്സേജസ് ഒക്കെ ആൾക്കാർ ഇങ്ങനെ വേറെ എവിടെയും പോകാനൊക്കാതെ ഇങ്ങനെ വചനത്തിനായിട്ട് ദാഹത്തോടെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ദൈവം തന്നെ യഥാർത്ഥ ദാഹം ഉള്ളവർക്ക് അതുപോലൊക്കെയുള്ള മെസ്സേജസ് ഒക്കെ കാട്ടിക്കൊടുക്കുകയും അത് യുനോ സഭ വളരാൻ ഇടയായ കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ സാക്ഷ്യമായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മന്ദിരം, ആക്ഷരികമായിട്ടൊരു മന്ദിരമില്ല, ദൈവം തന്നെയാണ് മന്ദിരം എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നത്. പിന്നെന്താ, നഗരത്തിൽ പ്രകാശിപ്പിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. നമ്മൾ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ തന്നെ സൂര്യനെയും ചന്ദ്രനെയൊക്കെ ദൈവം പകലിൽ പ്രകാശിപ്പിക്കാൻ സൂര്യനും രാത്രിയിലെ പ്രകാശത്തിന് ചന്ദ്രനും എന്നുള്ള വാക്കൊക്കെ നിങ്ങൾ ആ പോർഷനൊക്കെ കണ്ടിട്ടുണ്ട് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ. അപ്പം ബൈബിളിന്റെ ക്രിട്ടിക്സ്, ബൈബിളിനെ വിമർശിക്കുന്നവർ ചോദിക്കുന്നൊരു സാധാരണ ചോദ്യമുണ്ട്. ആദ്യം വെളിച്ചം സൃഷ്ടിച്ചു, അത് കഴിഞ്ഞിട്ട് രാവും പകലും ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞു, അതിനുശേഷമാണല്ലോ സൂര്യനെയും ചന്ദ്രനെയൊക്കെ സൃഷ്ടിക്കുന്നതെന്ന് ചിലർ വലിയ കാര്യത്തിൽ എന്തോ കണ്ടുപിടിച്ചതുപോലെ എന്തോ ബൈബിളിൽ തെറ്റ് കണ്ടുപിടിച്ചതുപോലെയൊക്കെ ചോദിക്കുന്ന ചില സഹോദരങ്ങളല്ല, ചിലപ്പം മുസ്ലിം സഹോദരങ്ങളോ അല്ലെങ്കിൽ ബൈബിളിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ എത്തീസ്റ്റുകളായിട്ടുള്ള യുക്തിവാദികളൊക്കെ അങ്ങനെ ചോദിക്കുമ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ദൈവം തന്നെയാണ് വെളിച്ചം, ആ കർത്താവ് തന്നെ വെളിച്ചമാണ്, കർത്താവ് വെളിച്ചത്തെ സൃഷ്ടിച്ചു. വെളിച്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം ആ വെളിച്ചം പരത്തുവാനായിട്ട് കർത്താവ് പിന്നെ ഒരു 2 ഗോളങ്ങളെയും സൃഷ്ടിച്ചു. 2 ഗോളങ്ങളല്ല, അനേകം ഗോളങ്ങളെ സൃഷ്ടിച്ചു. എന്നാൽ ഭൂമിയെ സംബന്ധിച്ചുള്ള റെലവൻ്റ് ആയിട്ട് പ്രസക്തമായിട്ടുള്ള 2 ഗോളങ്ങളുടെ കാര്യം അവിടെ എടുത്തു പറയുന്നു. അത് നമ്മൾ ഉൽപ്പത്തി 1-ന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്താ, അതിൻ്റെ 14 മുതൽ വായിക്കുക. അതിൻ്റെ നാലാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം കഴിഞ്ഞ കാര്യം 13-ാമത്തെ വാക്യത്തിൽ, സന്ധ്യയായി ഉഷസ്സമായി 3-ാം ദിവസം. അപ്പം സൂര്യനും ചന്ദ്രനും ഇല്ലാതെ രാവും പകലും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവും. ദൈവത്തിന് എന്താ അസാധ്യമായിട്ടുള്ളത്? ദൈവം അത് അത്തരത്തിൽ അന്ന് ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഇരുളിനെ വേർതിരിച്ചു. ഇരുളായിരിക്കുന്ന സമയം രാത്രി, പകലായിരിക്കുന്ന സമയം രാവു എന്ന് കർത്താവ് വേർതിരിച്ചു. അതിനുശേഷമാണ് സൂര്യനും ചന്ദ്രനും ഉണ്ടായത് എന്ന് പറയുന്നതിൽ അതിൽ യുക്തിരഹിതമായിട്ടൊന്നുമില്ല. അത് ദൈവം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ. അപ്പം അതെന്തോ സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിലേ രാവും പകലും ഒക്കെ ഉള്ളൂ എന്നൊക്കെ ഉള്ളത് മനുഷ്യൻ്റെ ഒരു ഇട്ടാവട്ടമുള്ള ബുദ്ധിയിലുള്ള ഒരു അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ മാത്രമാണ്. അത് ഉൽപ്പത്തി 1-ന്റെ 14 ഗോഡ് സെഡ്, എന്താ, പകലും രാവും തമ്മിൽ വേർപിരിയാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാൻ ഉതകട്ടെ. നമുക്കറിയാം ആ ഒരു കാലവും ദിവസം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്. ഒരു ദിവസം എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ. 24 മണിക്കൂർ എന്ന് പറയാൻ കാരണം എർത്ത്, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വരാൻ 24 മണിക്കൂറാണ്. അപ്പം അതാണ് ഒരു ദിവസം. അപ്പോൾ ആ കാലം, പിന്നെ ഭൂമി സൂര്യൻ്റെ ചുറ്റും ആ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റുമ്പോൾ റിവോൾവ് ചെയ്ത് വരുമ്പോൾ സൂര്യനോട് അടുത്തിരിക്കുന്ന സമയം സമ്മറായിട്ട് നമുക്ക് അനുഭവപ്പെടും. വേനൽക്കാലമായിട്ട്, ചൂടുകാലമായിട്ട്. സൂര്യനോട് അകലെയുള്ള സമയം വിൻ്ററായിട്ട്. പിന്നെ ഓട്ടവും സ്പ്രിങ്ങും അങ്ങനെയൊക്കെയുള്ള ക്ലൈമറ്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഈ ഭൂമിയും സൂര്യനും
ആ, ഒക്കെ ആയിട്ടുള്ള അകലമൊക്കെ വെച്ച് കാലങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പം അതാ ദൈവത്തിൻ്റെതായ ജ്ഞാനത്തിലെ കാലം, ദിവസം, സംവത്സരം. സംവത്സരം എന്ന് പറയുമ്പോൾ റിവോൾവ് ചെയ്ത് ആ, ഭൂ- ആ, ഭൂമി സൂര്യന് ചുറ്റും ചുറ്റിക്കറങ്ങി ഒന്ന് വരാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് ഒരു സംവത്സരം. 365 ദിവസം. ആ, അത് സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും അത് കണ്ടോ, ജെനസിസ് 1:14, 31:14 തിരിച്ചറിയുവാനും ഉതകട്ടെ, ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പിക്കുവാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിക്കുവാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. അപ്പൊ ഈ 4-ാം ദിവസത്തിലാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ ടു ഗ്രേറ്റ് ലൈറ്റ്സ്, ഗ്രേറ്റർ ലൈറ്റ്, ലെസർ ലൈറ്റ് എന്നുള്ള കാര്യമൊക്കെ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവം നല്ലതെന്ന് കണ്ടു എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ 18-ാമത്തെ വാക്യത്തിലൊക്കെ വായിച്ചു. അപ്പോൾ അങ്ങനെ ദൈവം അന്ന് സൃഷ്ടിയുടെ തുടക്കത്തിൽ കർത്താവ് ചെയ്ത ആ ഒരു ക്രമം ഇവിടെ പുതിയ ആകാശം പുതിയ ഭൂമിയിലും, ഇവൻ സഹസ്രാബ്ദ വാഴ്ചയിലും എല്ലാം ഈ സൂര്യനും ചന്ദ്രനും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ സഹസ്രാബ്ദ വാഴ്ചയും കഴിഞ്ഞ് അന്തിമ ന്യായവിധിയും കഴിഞ്ഞ് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എന്തില്ല, സൂര്യനും ചന്ദ്രനും ഒന്നും പിന്നെ ആവശ്യമില്ല. അതിൻ്റെ ഒരു ആത്മീയ അർത്ഥം നമ്മളിപ്പം അന്തിമോചന പുസ്തകത്തിൽ വായിച്ചതുപോലെ, വി ഡു നോട്ട് നീഡ് എനി ക്രിയേറ്റഡ് തിങ് ടു ഗൈഡ് അസ് ബട്ട് ദ ക്രിയേറ്റർ ഹിംസെൽഫ്. സൃഷ്ടിക്കപ്പെട്ട എന്തെങ്കിലുമല്ല നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്. ശരിയാണ്, ഇന്ന് നമുക്ക് രാവും പകലും ഓരോ ടൈമോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്കത് നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മളെ ആത്മീയമായിട്ട് പറഞ്ഞാൽ ഇന്നും നമ്മൾ എന്തിനെയാ ആശ്രയിക്കണ്ടേ? എന്തിനേയും അല്ല, മറിച്ച് ഇതെല്ലാം സൃഷ്ടിച്ചവനെ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടത്. സൂര്യൻ ചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫ്കോഴ്സ് അതിൽ നമുക്കത് ഉപയോഗമുള്ള കാര്യങ്ങളാണ്. സൂര്യനുള്ളത് കൊണ്ടാണ് ജീവജാലങ്ങളൊക്കെ ഭൂമിയിൽ ആ ഒരു പ്രത്യേക അകലത്തിൽ ഭൂമി ആയിരിക്കുന്നത് കൊണ്ടാണ് സൂര്യപ്രകാശത്തിൽ ഈവൻ ചെടികൾക്ക് സൂര്യപ്രകാശം വേണം. നമ്മളുടെ ജീവന് സൂര്യപ്രകാശമൊക്കെ എത്ര അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യമൊക്കെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ തലത്തിൽ മുതൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം അതെല്ലാം ഉണ്ട്. പക്ഷെ എന്നാൽ ആത്മീയമായിട്ട് പറയുമ്പോൾ നമ്മൾ ആരെയാ ആശ്രയിക്കുന്നത്? കർത്താവിനെ മാത്രം ആശ്രയിക്കുന്നുള്ളൂ. നമ്മളുടെ വെളിച്ചത്തിനായിട്ട് ഇനിയിപ്പോൾ സൂര്യനും ചന്ദ്രനും ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ട് പറഞ്ഞാൽ നമ്മളുടെ സന്തോഷത്തിനായിട്ട്, നമ്മളുടെ ഉത്സാഹത്തിനായിട്ട്, നമ്മുടെ ബലത്തിനായിട്ട് പുറമേയുള്ള കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് കർത്താവ് തന്നെയാണ് നമ്മളുടെ എല്ലാം വെളിച്ചമായി തീർന്നത്, നമ്മളുടെ എല്ലാ സന്തോഷവും. അതായപ്പം അന്തിമ പുസ്തകത്തിൽ നമ്മൾ വായിച്ച് എന്താ നമ്മൾ വായിച്ചേ, സ്വർഗത്തിൻ്റെ വിളക്ക് ദൈവം തന്നെയാണ്. നമുക്ക് വെളിച്ചം തരുവാനും നമ്മെ സന്തോഷിപ്പിക്കുവാനും മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം ഇന്ന് ആൾക്കാർ സന്തോഷത്തിനായിട്ട് പല വിനോദ ഉപാധികളും ബാക്കി ഓരോ കാര്യങ്ങളൊക്കെ, ക്ലീൻ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും കുഴപ്പമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് എന്താ? കർത്താവ് തന്നെ. കർത്താവിൻ്റെ സാന്നിധ്യം, അവിടെയാണ് സന്തോഷത്തിൻ്റെ പരിപൂർണതയുള്ളതെന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇൻ ഹിസ് പ്രസൻസ് ഇസ് ദ ഫുൾനെസ് ഓഫ് ജോയ്. സാം 16:11, 16-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യം 11-ാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പരിപൂർണതയുള്ളത്. ശരിയാണ്, നമ്മൾ മനുഷ്യരായിരിക്കുമ്പോൾ നമുക്ക് ചില എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോർട്സും ഗെയിംസും കാര്യങ്ങളും എല്ലാം നല്ലതാണ്, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതൊന്നും നമ്മളുടെ വിഗ്രഹങ്ങളായിട്ട്, അതൊന്നും ദൈവത്തിൻ്റെ സ്ഥാനത്തിലേക്ക് അഡിക്ഷനിലേക്ക് പോകാതിരുന്നാൽ മതി. ഓരോ കാര്യങ്ങളും ക്ലീനായിട്ടുള്ള നല്ല എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അതിൻ്റെതായ പ്രോപ്പറായിട്ടുള്ള സ്ഥാനമൊക്കെ നല്ലത് തന്നെ. പക്ഷേ ആത്യന്തികമായിട്ട് പറഞ്ഞ ഒരു ആത്മീയനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സന്തോഷം, അവന് ശരിയാണ്, അവന് ഒന്ന് മനസ്സൊന്ന് ഫ്രീ ആവാനായിട്ട് മ്യൂസിക്കും ബാക്കി കാര്യങ്ങളും ഒക്കെ, ഈവൻ ക്രിസ്ത്യൻ മ്യൂസിക്കും എല്ലാം നല്ലത് തന്നെ. പക്ഷേ എങ്കിലും അവൻ്റെ യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്താ? ഇനിയിപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് ക്രിസ്ത്യൻ മ്യൂസിക് ഒന്ന് എടുത്തു കളഞ്ഞാൽ പോലും അവൻ്റെ സന്തോഷം ആരിലാണ് ഉള്ളത്? കർത്താവിലാണ് ഉള്ളത്. സൂര്യനും ചന്ദ്രനൊന്നും അല്ല അവൻ്റെ വിളിച്ച്, മറിച്ച് കർത്താവ് തന്നെയാണ്. അത് നമ്മളിവിടെ അതിൻ്റെ 23-ാമത്തെ വാക്യം, നഗരത്തിൽ പ്രകാശിപ്പിക്കാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. അത് ഇംഗ്ലീഷിൽ ലാംപ് ഈസ് ദ ലാംപ് എന്ന് പറഞ്ഞാൽ LAMP, ലാമ്പാണ് അതിൻ്റെ
LAMB ലാമ്പ്, കുഞ്ഞാട് LAMB ലാമ്പാണ് അതിൻ്റെ ലാമ്പ്, വിളക്ക്. കുഞ്ഞാട് അതിന് വിളക്കാണ് എന്നൊക്കെ നമ്മൾ പാട്ടുകളിലൊക്കെ പാടുന്നത് പോലെ ഈ കുഞ്ഞാട് ഇന്ന് തന്നെ അപ്പോൾ ആ സ്വർഗത്തിൻ്റെ ആ പുതിയ ആകാശവും പുതിയ ഭൂമിയുടെയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ഇന്ന് നമ്മൾ ആ പാട്ടിൽ നമ്മൾ സ്വർഗം താണിറങ്ങി വന്നു എന്നൊക്കെ നമ്മളെ ഹെവൻ കെയിം ഡൗൺ ആൻഡ് ഗ്ലോറി ഫിൽ മൈ സോൾ എന്നൊക്കെ നമ്മൾ ആ പാട്ടിൽ പാടുമല്ലോ. ആ എന്ന് പറഞ്ഞാൽ എന്താ, പരിശുദ്ധാത്മ നമ്മളിൽ വന്ന് നിറയുമ്പോൾ സ്വർഗം നമ്മളിൽ വന്ന് ഇറങ്ങിയ ഒരു അവസ്ഥയാണ്. അപ്പോൾ സ്വർഗം നമ്മളിൽ വന്ന് ഇറങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു ചെറിയൊരു മുൻരുചി എന്നാൽ നമ്മൾ കർത്താവിൽ വളരെ ദൂരം സ്വർഗത്തിൻ്റെ കൂടുതലൊരു അനുഭവമായിട്ട് നമുക്ക് ആത്മാവിൽ അനുഭവിക്കാൻ നോക്കും. അപ്പോൾ ആരാ നമ്മളുടെ വിളക്ക്? കുഞ്ഞാട് തന്നെ നമ്മുടെ വിളക്ക്. എന്ന് വെച്ചാൽ നമുക്കറിയാം വചനം നമ്മളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാണെന്ന് എവിടെ വായിക്കുന്നേ? 119 സങ്കീർത്തനത്തിന്റെ 105 വാക്യം, ദൈ വേർഡ് ഇസ് എ ലാമ്പ് അൺടു മൈ ഫീറ്റ് ആൻഡ് ലൈറ്റ് അൺടു മൈ പാത്ത് എന്നൊക്കെ നമ്മളവിടെ 119 സങ്കീർത്തനം 105 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ആ വചനം ഇന്ന് ജഡമായി തീർന്നു. അതാണ് യേശുക്രിസ്തു, അതാണ് ഈ കുഞ്ഞാട്. ഈ കുഞ്ഞാടാണ് നമുക്കിപ്പം വിളക്കായിട്ട്. നമുക്ക് വചനം വിളക്കാണ്, ശരി വിളക്കാണ്, എന്നാൽ അതൊരു വചനത്തിൻ്റെ അക്ഷരമല്ല, വചനത്തിന് ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. 2 Corinthians 3 വാക്യമാണ് ലെറ്റർ കിൽസ് ബട്ട് ദ സ്പിരിറ്റ് ഗീവ്സ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ആ വചനം അതിന് അക്ഷരത്തിലല്ല, ആ വചനം ദൃഢമായി തീർന്ന കർത്താവ് തന്നെയാണ് നമ്മളുടെ ഇന്ന് വിളക്കായിട്ടുള്ളത്. ഇന്ന് സഭയ്ക്ക്, ക്രിസ്തീയ കുടുംബത്തിന്, ഒരു ക്രിസ്തീയ വ്യക്തി ആയിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് യേശു കർത്താവ് തന്നെയാണോ വിളക്കായിട്ടുള്ളത്? കർത്താവ് തന്നെയാണോ നമ്മളുടെ ഇപ്പം കുറ്റാക്കുറ്റി ഇരുട്ടുള്ള സമയത്ത് പെട്ടെന്ന് കറണ്ട് എല്ലാം പോയി, അപ്പോൾ ഒരു മെഴുകുതിരി വെളിച്ചം അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ ടോർച്ച് ലൈറ്റ്, അത് നോക്കിയാണ് നമ്മൾ നടക്കുന്നത്. അതില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തപ്പി തടഞ്ഞ് ടപ്പെന്ന് പറഞ്ഞ് വീഴും. എന്ന് പറയുമ്പം ഇന്ന് ലോകം അതുപോലുള്ള ഇരുട്ടിലാണ് ഉള്ളത്. പാപത്തിൻ്റെ ഇരുട്ടിൽ, പാപം അല്ലെങ്കിൽ സ്വയജീവൻ, സ്വന്തം ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ടുള്ള ഒരു ദിശയിലേക്ക് പോകുന്ന ഒരു ലോകം, അതിൻ്റെ ഒരു കുറ്റാക്കുറ്റി ഇരുട്ടിലാണ് ഇന്ന് ലോകമുള്ളത്. അവിടെ ക്രിസ്തുവിൻ്റെ ജീവനാണ് നമുക്ക് വെളിച്ചം. അതാണ് നമ്മളെ എവിടെ ക്രിസ്തുവിൻ്റെ ജീവനാണ് വിളിച്ചതെന്ന് എവിടെ ബൈബിൾ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യം നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്യം എന്താ? ഇൻ ഹിം വാസ് ലൈറ്റ് ആൻഡ് ദ ലൈറ്റ് വാസ് ദ ആൻഡ് ഹിസ് ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് മെൻ. ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ദ ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് മെൻ. കർത്താവിൻ്റെ ജീവനാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ നമുക്ക് വെളിച്ചമായി. കർത്താവിൻ്റെ ജീവൻ, കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം, കർത്താവിൻ്റെ താഴ്മയും, കർത്താവിൻ്റെ കാർക്കശ്യവും സ്നേഹവും താഴ്മയും മനസ്സലിവും, ആ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം, അതാണ് നമുക്കിന്ന് വെളിച്ചമായിട്ടായിത്തീരുന്നത്. വചനമാണ് വെളിച്ചം. തീർച്ചയായിട്ടും വചനം തന്നെ വെളിച്ചം. എന്നാൽ വചനം ജഡമായി തീർന്ന ക്രിസ്തുവാണ് വെളിച്ചം. നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഴയ നിയമ ഭക്തന്മാരെക്കാട്ടി കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് പറയാം. പഴയ നിയമത്തിൽ അവർ വചനം രാപകൽ ധ്യാനിച്ചു എന്ന സങ്കീർത്തനം 1-ാം വാക്യത്തിൽ രാപകൽ വചനത്തെ ധ്യാനിക്കുന്നതിനെക്കുറിച്ച്, ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നതിനെക്കുറിച്ച് സങ്കീർത്തനം Psalm 1-2 നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ ഇന്ന് നമ്മൾ വചനം ധ്യാനിക്കുന്നു, എന്ന അത്യന്തികമായിട്ട് നമ്മുടെ ധ്യാനം കർത്താവ് തന്നെയാണ്. പാപികളുടെ ഇത്ര വിരോധം സഹിച്ച ഈ കർത്താവിനെ ധ്യാനിച്ച് ഉള്ളുവിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കേണ്ടതിനെന്നാണ് എബ്രായർ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. കൺസിഡർ ജീസസ് ഹു എൻഡ്യൂർഡ് സച്ച് ഹോസ്റ്റിലിറ്റി അഗൻസ്റ്റ് ഹിംസെൽഫ് ഫ്രം ദ സിന്നേഴ്സ് എന്നുള്ള കാര്യം നമ്മൾ എബ്രായർ 12-ാം വാക്യത്തിൽ വായിക്കുന്നത്. അപ്പം ആ കർത്താവ് തന്നെയാണ് നമ്മുടെ ധ്യാന വിഷയം, ധ്യാന കേന്ദ്രവും ധ്യാന വിഷയവും ധ്യാന പാത്രവും എല്ലാം കർത്താവ് തന്നെയാണ്. ആ കർത്താവാണ് നമ്മുടെ വിളക്കായിട്ടിരിക്കേണ്ടത്. നമ്മൾ ഓരോ ഡിസിഷൻസ്, ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പം കർത്താവെ അവിടുത്തെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണോ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത്? കർത്താവാണ് നമുക്ക് ഓരോ ദിവസവും വിളക്കായിട്ടായിത്തീരുന്നത്. ഇന്ന് ആത്മീയ അവസ്ഥയിൽ ആത്മീയമായിട്ട് കർത്താവ് നമ്മുടെ വിളക്കായി തീർന്നാലേ അന്ന് നമ്മൾ പുത്തൻ യെരൂശലേമിന്റെ ഭാഗമായിട്ട് അന്ന് വെളിപ്പെടുത്തുള്ളൂ. ഇന്ന് എന്താ നമ്മള് ഈ സമാഗമന കൂടാരത്തില് എന്താ അവിടെ നമ്മൾ സാങ്ക്തുവറിൽ തന്നെ കേട്ടിട്ടുള്ള കാര്യമാണ്. പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തിലുമൊക്കെ പ്രാകാരത്തില് സൂര്യന്റെ വെളിച്ചം നാച്ചുറൽ ലൈറ്റാണ്. പ്രാകാരത്തില് നാച്ചുറൽ ലൈറ്റാണ്. അപ്പം പ്രാകാരത്തിൽ നാച്ചുറൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ അത് ജഡികരായ വിശ്വാസികളെ സംബന്ധിച്ചാൽ അവർ നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ സ്വന്തം ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള അതാണ് അവരുടെ വെളിച്ചം. അവർ അതിൻ്റെതായ ചോദനയിലാണ് പോകുന്നത്. എന്നാൽ വിശുദ്ധ സ്ഥലത്തിലുള്ള വെളിച്ചം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിളക്ക് തണ്ടുണ്ട്.
അവിടെ വിളക്കുന്നുണ്ട്. ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ് ഉണ്ട്, മെനോറ എന്നൊക്കെ പറയുന്ന ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്. ആ, അതായിരുന്നു ആ വിശുദ്ധ സ്ഥലത്തിൽ വിളിച്ചത്. വിശുദ്ധ സ്ഥലം പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തിൽ വിളിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ദൈവത്തിന്റെ തേജസ് തന്നെയായിരുന്നു അവിടെ വിളിച്ചത്. ആ അതിവിശുദ്ധ സ്ഥലമാണ് പുത്തനെരിശിലേം. ആ പുത്തനെരിശിലേമിലാണ് എന്താ നമ്മളിപ്പം കണ്ടേ അവിടെ കുഞ്ഞാണ്ടതിന്റെ വിളക്കാണെന്നുള്ള കാര്യം. അന്നേ അത് സമാഗമന കൂടാരത്തിന്റെ അർത്ഥത്തിന് ആഴങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ഇത്ര വലിയ അർത്ഥത്തിന് ആഴങ്ങൾ ഇവിടെ വെളിപാട് പുസ്തകത്തിൽ വെളിപ്പെടുന്ന ഈ അർത്ഥത്തിന് ആഴങ്ങളൊക്കെ അന്ന് സമാഗമന കൂടാരത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണുമ്പോൾ ഇത് എത്ര ദൈവനിശ്വാസ്യമായ വചനമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പം അതാ നമ്മളുടെ ജീവിതത്തിൽ ദൈവതേജസ് ആണ് നമ്മെ പ്രകാശിപ്പിക്കുകയും കർത്താവ് തന്നെ നമ്മളുടെ വിളക്കാവുകയും ദ ഗ്ലോറി ഓഫ് ഗോഡ് ഹാസ് ഇല്യൂമിൻഡ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് ലാംപ് ഇസ് എ ലാംപ്. ആ ക്രിയേറ്റർ, ഏതെങ്കിലും സൃഷ്ടിയല്ല നമ്മളെ നിയന്ത്രിക്കുന്ന മനുഷ്യൻ, സൃഷ്ടാവായ കർത്താവ് തന്നെ. പിന്നെ ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും എന്ന് പറയുമ്പം പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ജാതികൾ എവിടാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് നമ്മൾ ആ സ്വർഗത്തിന്റെ ആ കാര്യങ്ങൾ നമുക്ക് ഇന്ന് വളരെ ഡിമ്മായിട്ട്, വളരെ കണ്ണാടിയിൽ കടമൊഴി എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഓഫ്കോഴ്സ് നമുക്കറിയാം യുനോ ജാതികൾക്ക് ജാതികൾ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിലേക്ക് വരാത്തവർക്ക് വെളിച്ചമായിരിക്കേണ്ടതാണ് സഭയുടെ കടമ. ഇപ്പം ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും, ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോൾ അന്ന് സ്വർഗത്തിന്റെ അവസ്ഥയിൽ ഇത് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യമൊന്നും നമുക്ക് നമുക്കതങ്ങ് ഡോക്മാറ്റിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ലെന്നാണ് നമ്മളിപ്പം അന്തിമജൻ പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിച്ച്. അത് ദൈവത്തിൻ്റെതായ നിത്യതയിലെ നിത്യതമായിട്ടുള്ള ജ്ഞാനത്തിൽ എങ്ങനെയോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അന്ന് ഇതെല്ലാം ഇതെല്ലാം പ്രാപ്യമാകുമ്പോൾ, അല്ലെങ്കിൽ ഇതെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. അപ്പം പകൽക്കാലത്ത് അടയ്ക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എല്ലാവർക്കായിട്ട് തുറന്നിരിക്കുന്ന ഒരു ഓപ്പൺ ഹാർട്ടഡ്നെസ്, അത് സഭയുടെ പ്രതീകമാണ്. സഭ എല്ലാവർക്കും വരാം. നിങ്ങൾ എത്ര പാപിയാണോ, നിങ്ങൾ എത്ര ഹോപ്പ്ലെസ് കേസാണോ. ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റൽ നമ്മൾ സഭ ഒരു നല്ലൊരു ഹോസ്പിറ്റലിനെ പോലാണെന്ന് സാങ്ക്രിയ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. അപ്പം നല്ലൊരു ഹോസ്പിറ്റലിൽ നിങ്ങൾ എത്ര ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഏറ്റവും മരണത്തോട് അടുത്തിരിക്കുന്ന ആളാകട്ടെ, നിങ്ങൾ വന്നു, നമ്മൾ മാക്സിമം കാര്യങ്ങളെല്ലാം ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ തന്ന് നിങ്ങളെ ജീവനിലേക്ക് നയിക്കുമെന്ന് ഒരു നല്ല ഹോസ്പിറ്റൽ പറയുന്നത് പോലെ. എന്നാൽ ഏതൊരു ഹോസ്പിറ്റലും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്, മെഡിക്കൽ സയൻസിന് അതിൻ്റെതായ പരിമിതികളുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. എന്നാൽ ഒരു പരിമിതിയില്ലാത്ത നല്ല ഭക്ഷ്യഗുരനായിട്ടുള്ള ഗ്രേറ്റ് ഫിസിഷ്യനായിട്ടുള്ള കർത്താവിൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഏറ്റവും നീചനായിട്ടുള്ള പാപി, നീ സീറ്റാനിക് വർഷിപ്പർ, അതിൻ്റെ സീറ്റാനിക് വർഷിപ്പിൻ്റെ ഹൈ പ്രീസ്റ്റ് ആയിക്കോട്ടെ എന്ന് നിനക്ക് രക്ഷയുണ്ട്. നീ ഏറ്റവും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഹിസ്ബുള്ളയല്ലേ അതിൻ്റെ പേര്, അതുപോലെ അതൊക്കെ ഏതാണ്ട് തലപ്പത്തിരിക്കുന്ന ആളുടെ അവരുടെ മക്കളൊക്കെ രക്ഷയിലേക്ക്, മോനും മോളും ഒക്കെ രക്ഷയിലേക്ക് വന്നതിൻ്റെ ടെസ്റ്റിമണിയൊക്കെ നമ്മൾ ഈ അടുത്ത യൂട്യൂബിലൊക്കെ കാണാനിടയായിട്ടുണ്ട്. അപ്പം ഏതൊക്കെ അതുപോലെയൊക്കെയുള്ള വലിയ തീവ്രവാദത്തിൻ്റെയൊക്കെ പരമ്പര നിൽക്കുന്നവരെയും, അല്ലെങ്കിൽ സാത്താൻ വർഷിപ്പിൻ്റെ അതുപോലെ പടുകുഴി കിടക്കുന്നവരെയൊക്കെ ദൈവം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഗോപുരങ്ങളൊന്നും അടയ്ക്കുന്നില്ല. അത് എല്ലാവർക്കും ഓപ്പണാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും, നിങ്ങൾ കുറച്ച് പേരെ ഒരു സബ്സെറ്റ് മാത്രമല്ല, എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഉണ്ട്. എന്നാൽ ആർക്ക് മാത്രമേ അത് വരാൻ പറ്റത്തുള്ളൂ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുക, എല്ലാവരും അധ്വാനിക്കും ഭാരം ചുമക്കുകയും ചെയ്തു തരുന്നത്. അത് റിയലൈസ് ചെയ്യുന്നവർക്ക്, അവര് അതുപോലെ അധ്വാനിക്കും ഭാരം ചുമക്കുകയാണ് യഥാർത്ഥത്തിൽ നിന്ന് അവരൊന്ന് സത്യസന്ധമായിട്ട് അക്നോളജ് ചെയ്യുന്നവർക്ക് വരാൻ പറ്റത്തുള്ളൂ. പക്ഷെ എല്ലാവർക്കും ഇത് ഓപ്പണാണ്. അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല. അവിടെ പിന്നെ രാത്രികാലത്ത് അടയ്ക്കുമെന്ന് പറയേണ്ട കാര്യമില്ല. രാത്രി അവിടെ ഇല്ല. അവിടെ രാത്രി ഇല്ലെന്ന് പറയുമ്പോൾ അവിടെ പാപമില്ല, അശുദ്ധിയില്ല എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അതെ. പിന്നെ 25-ാമത്തെ 26-ാമത്തെ ഭാഗത്തിൽ ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യമൊക്കെ, അതും സ്വർഗത്തിൻ്റെതായ വലിയ മഹത്വത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മളവിടെ വായിക്കുന്നത്. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അശുദ്ധമായത് അതാണ് നമ്മുടെ ഇന്നേ നമ്മുടെ സഭയിൽ ലോകമൈത്വത്തിനെതിരെയും അശുദ്ധതയെതിരെയൊക്കെ നമ്മൾ കർക്കശമായിട്ട് പറയുന്നത് എന്താ? നമുക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടായിട്ടാണ്. നമ്മുടെ എല്ലാ ജഡവും ഹോപ്പ്ലെസ് ആണ്. ഒരു നന്മയില്ലാത്ത ജഡം നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ നമ്മൾ അശുദ്ധിക്കെതിരെ പാപത്തിനെതിരെയൊക്കെ നമ്മുടെ കർക്കശത്തോടെ നമ്മൾ പറയുന്നത് എന്താ?
എങ്കിലേ നമുക്ക് കുഞ്ഞാടിൻ്റെ കാന്തയായിട്ട് അന്ന് വെളിപ്പെടാനൊക്കെയുള്ളൂ. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ അശുദ്ധമായതൊന്നും മ്ലേച്ഛ മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവർ വെച്ചാൽ കള്ളം പറയുന്നവർ, കള്ളം പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ എത്ര അധികം നമ്മൾ ആ ഒരു ഭോഷ്ക്കെതിരെ കള്ളം പറയുന്നത്, വ്യാജം, അതുപോലെയൊക്കെയുള്ള പണവിഷയത്തിലും അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലുമൊക്കെയുള്ള വ്യാജവും ഭോഷ്കും അഭിനയവും ഒക്കെ ഇത്രയധികം നമ്മൾ വെറുക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. മ്ലേച്ഛതയും കാര്യങ്ങളുമൊക്കെ വെറുക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇത്രയധികം അങ്ങനെയുള്ള കാര്യങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു ലാഞ്ചന നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുമ്പോൾ നമ്മൾ ഉടനടി മാനസാന്തരപ്പെടേണ്ടതായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം കുഞ്ഞാടിൻ്റെ ജീവിതത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ എന്ന് പറയുമ്പോൾ കുഞ്ഞാടിൻ്റെ ജീവിതപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരെല്ലാം നമ്മളുടെ ചർച്ച ഡിനോമിനേഷൻ മാത്രമെന്നൊന്നുമല്ല. യഥാർത്ഥത്തിൽ കുഞ്ഞാടിൻ്റെ ജീവിതപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരെല്ലാം അവിടെ വെൽക്കമാണ് എന്നുള്ളൊരു കാര്യം. അതായത് നമ്മളോട് എല്ലാത്തിലും യോജിക്കുന്നവർ മാത്രമല്ല, കർത്താവിനെ അതുപോലെ സ്നേഹിക്കുന്നവരും പിൻപറ്റുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടവരെല്ലാം നിത്യതയിൽ കാണും. എന്നാൽ ജയിക്കുന്നവർ തിരശ്ശീലയ്ക്ക് അപ്പുറമുള്ള ക്രൂശിൻ്റെ വഴിയിലൂടെ കർത്താവിനോട് ഒന്നായി ചേർന്നവർ കാന്തയായിട്ട് അന്ന് വെളിപ്പെടും. അവിടെ ഇന്ന ഡിനോമിനേഷനെന്നോ ഇന്ന കാറ്റഗറിയെന്നോ ഒന്നും ഉള്ള ഭേദമില്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ള വെളിച്ചത്തിന് ഒത്തവണ്ണം നമ്മൾ എത്രമാത്രം വിശ്വസ്തരായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ദൈവം നമ്മളോട് അന്ന് ചോദിക്കാൻ പോകുന്നത്. കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ ഭയഭക്തിയോടെ നമ്മളിനിയിപ്പോൾ വെളിപാട് 22 അധ്യായത്തിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച ഒരു പക്ഷേ കോട്ടേജ് മീറ്റിംഗ് ആയിരിക്കുമല്ലോ. അതിനുശേഷമുള്ള ആഴ്ചയൊക്കെ ദിവസമാഴ്ച നമുക്ക് വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്കൊക്കെ നമുക്ക് കടന്നു ചെല്ലാമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, നിങ്ങൾ ഇത്രത്തോളം സഹായിച്ചല്ലോ കർത്താവേ. അവിടുത്തെ മുമ്പാകെ കർത്താവേ ഞങ്ങൾ തങ്കത്തിരുവിധിയിലൂടെ നടക്കുവാൻ തക്കവണ്ണം ഇന്ന് തന്നെ കർത്താവേ ലോകത്തിൻ്റെതായിട്ടുള്ള സ്വർണമോ അതിൻ്റെതായ മോടികളോ കാര്യങ്ങളോ എല്ലാം കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം എല്ലാം കാൽക്കീഴിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഞങ്ങൾക്ക് വെളിച്ചം തരുവാൻ അങ്ങ് തന്നെയാണ്. ഞങ്ങളെ പ്രകാശിപ്പിക്കുവാൻ, ഞങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ, ഞങ്ങളെ കർത്താവെ ആവേശഭരിതരാക്കുവാൻ കർത്താവെ അങ്ങക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവെ ഞങ്ങൾ അങ്ങയാൽ പിടിക്കപ്പെട്ടവരായിട്ട് ലോർഡ് കർത്താവെ ബി കോട്ട് അപ്പ് വിത്ത് യുവർ ഗ്ലോറി ലോർഡ്. അവിടുത്തെ ആ മഹത്വത്തിനാൽ, തേജസ്സിനാൽ, അവിടുത്തെ ദിവ്യ സ്വഭാവത്തിനെ കുറിച്ച് അതുപോലെ ഒരു എരിവും വാഞ്ചയും അവിടുത്തെ ആ സ്വഭാവത്തിലേക്ക് അനുരൂപപ്പെടുവാനുള്ള ഒരു വാഞ്ചയും ദാഹവും ഒക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ, ഒരു തന്നെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് തന്നാട്ടെ കർത്താവെ. ഇത്രയധികം വിലപിടിപ്പുള്ള കാര്യങ്ങളാണ്. വലിയ മുത്തുകളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കർത്താവിന് എത്രയധികം വിലപിടിപ്പുള്ളതാണ് കർത്താവിൻ്റെ ആ മഹത്വവും തേജസ്സും സ്വഭാവവും എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അറിയുവാനും അവിടുന്ന് ഞങ്ങളുടെ വിളക്കായിട്ട് വെളിച്ചമായിട്ടായി തീരണേ കർത്താവെ. ജാതികൾക്ക് വെളിച്ചമായിട്ട്, മറ്റുള്ളവർക്ക്, ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്കെല്ലാം വെളിച്ചമായിട്ടായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. നന്ദി കർത്താവെ, നന്ദി. അവിടുത്തെ വചനത്തിലെ എല്ലാ വെളിപ്പാടുകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വചനം ജഡമായി തീരട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ആ വചനം കർത്താവ് അന്വർത്ഥമായിട്ട്, അത് വെളിപ്പാടായിട്ട്, അനുഭവമായിട്ട്, യാഥാർത്ഥ്യമായിട്ട് തീരട്ടെ, അനുസരണമായിട്ട് തീരട്ടെ കർത്താവ്. ഞങ്ങളതിനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും എസ്പെഷ്യലി അങ്ങ് സഹായിക്കണം. ആരും കർത്താവെ നശിച്ചു പോകാനിട വരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും കുഞ്ഞാടിൻ്റെ കാന്തയുടെ ഭാഗമായിട്ട് കർത്താവെ ഞങ്ങൾ ഒരുക്കപ്പെട്ടവരായിട്ട് കർത്താവെ ആയിത്തീരുവാൻ, ഒരു വിശുദ്ധ സ്ഥലത്തുള്ളവരായിട്ട് ആയിത്തീരുവാൻ, അവിടെ കർത്താവെ നാച്ചുറൽ ലൈറ്റോ അല്ലെങ്കിൽ ആ വിളക്കിൻ്റെ വെളിച്ചമോ എല്ലാം മറിച്ച് കർത്താവിൻ്റെ തേജസ് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ വെളിച്ചമായിരിക്കാൻ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തുതിക്കുന്നു. എല്ലാം യേശുവിൻ്റെ വിലയേറിയ മധുരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.